അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. KSSF എതിർത്താലും സമരരംഗത്ത് നിന്നുകൊണ്ട് SKSSFനെതിരെ പറയേണ്ടുന്ന SSFകാർ എന്തുകൊണ്ട് നിങ്ങൾ ഹബീബിന്റേതാണെന്ന് പറയുന്നവർ മിണ്ടാതിരിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. മണ്ണാർക്കാട് വെച്ച് ഇവരെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നു. മണ്ണാർക്കാട് ഇതിനു മുമ്പ് 2 സംവാദ വ്യവസ്ഥ നടന്നപ്പോ അവരോടൊപ്പം സംവാദങ്ങളിൽ പങ്കെടുത്ത് മധ്യസ്ഥനായ ആള് തന്നെയാണ് ഞാൻ. അതെ, ഞാൻ തന്നെ പങ്കെടുത്ത മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ അവിടെ SKSSFന്റെ മധ്യസ്ഥനായിട്ടാണ് മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഈ സംവാദ വ്യവസ്ഥയിൽ വെച്ച് നമ്മുടെ പണ്ഡിതന്മാർ കൃത്യമായി SKSSFന്റെ വാദങ്ങൾ ഉന്നയിച്ചു. SKSSFന്റെ വാദം പറഞ്ഞു. എന്താ വാദം SKSSFന്റെ? മർക്കസിലുള്ളത് തിരുമുടിയല്ല, അത് ഹബീബിന്റേതല്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോ SKSSFന്റെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങളെ വാദം ഇതാണ്, ഇതിന്റെ എതിർവാദം എഴുതാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാൾ പോലും അതിന് മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്നില്ല. കൃത്യമായി അവർ വേറെന്തൊക്കെയോ പറഞ്ഞു പോകുന്നതിനിടയിൽ നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് മർക്കസിലെ മുടി യഥാർത്ഥമാണ്, ഷഹർ മുബാറക്കാണെന്ന് നിങ്ങൾക്ക് എഴുതിക്കൂടാ? അപ്പോഴവർ പറയുന്നത് എന്താ? വർക്കത്തെടുക്കാവുന്നതാണെന്നാ. അതല്ല എന്ന വിശ്വാസത്തോടെയാണ് SKSSF വാദിക്കുന്നത്. എങ്കിൽ ആണെന്നെഴുതാൻ വെല്ലുവിളിക്കുന്നവർക്ക് മുന്നിൽ ആണെന്നെഴുതാനാണ് പോകേണ്ടത്. നമ്മളോട് സാധാരണ മുജാഹിദുമായി സംവാദ വ്യവസ്ഥകൾ എഴുതിയപ്പോ ഇതേ AP വിഭാഗത്തിന്റെ ആളുകൾ എഴുതിയ വ്യവസ്ഥകൾ എന്റെ കയ്യിലുണ്ട്. അതിന്റെ വീഡിയോകളുണ്ട്. അതിലുണ്ട് ചില സ്ഥലങ്ങളിൽ പറയും മുജാഹിദുകൾ വന്നിട്ട് ഇസ്തിയാസ അനുവദനീയമല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ അവരോട് പറയാറുണ്ട്, അനുവദനീയമാണോ അല്ലേ എന്ന ചർച്ചയല്ല നമുക്കിവിടെ നടത്തേണ്ടത്. ഇസ്തിയാസ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞ അടിസ്ഥാന വാദത്തെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇസ്തിയാസ ശിർക്കാണോ അല്ലേ, അതാണ് ചർച്ച നടക്കേണ്ടത്. അതും അതിന്റെ എതിർവാദവുമാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് വഹാബികളോട് ഏറ്റുമുട്ടാറുള്ള, വഹാബികൾ എവിടെ പ്രസംഗിക്കാൻ വന്നാലും ഒരു ബുക്കും കെട്ടുമായിട്ട് നടക്കുന്ന ഒരാളുടെ ഈ നാട്ടിൽ, അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ നെഞ്ചുറപ്പുണ്ടെങ്കിൽ ഈ വേദിയുടെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണിപ്പോ. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഞാനിവിടേക്ക് ക്ഷണിക്കുന്നത് ഒരു സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള കത്തെഴുതാനാണ് ക്ഷണിക്കുന്നത്. തന്റെ ഇടമുണ്ടെങ്കിൽ കാന്തപുരം വിഭാഗത്തിന്റെ സംഘടനയ്ക്ക് വേണ്ടി വരണം. വ്യക്തിപരമായിട്ട് എനിക്ക് അയാൾ ആവശ്യമില്ല. കാരണം അയാൾ വ്യക്തിപരമായിട്ട് ഒന്നുമല്ല, ഒരു സംഘടനയുടെയും ഒന്നുമല്ല. പിന്നെ അയാൾ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ നിലയിലല്ല, സംഘടനയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അയാൾ ഈ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വെച്ച് മർക്കസിലെ മുടി യഥാർത്ഥമാണോ അല്ലേ എന്നതിനെ കുറിച്ചൊരു സംവാദം നടത്താൻ വേണ്ടിയുള്ള കത്തെഴുതാൻ നമുക്കിവിടുന്ന് കത്തെഴുതാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. തന്റെ ഇടമുണ്ടെങ്കിൽ കടന്നു വന്നോളൂ. അയാൾ റോട്ടിലുണ്ട്. എനിക്കറിയാണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അയാൾ റോട്ടിലുണ്ട്, ഒരു സംശയമില്ല. തന്റെ ഇടമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം റോഡ് സൈഡിൽ നിന്നിട്ട് പറയാൻ നിൽക്കണ്ട, സോഫക്കടയിൽ ഇരുന്ന് പറയണ്ട, നേരെ നിങ്ങൾക്ക് കടന്നു വരാം. ഇങ്ങോട്ടേക്ക് നേരെ കടന്നു വരാം. ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് വന്നത് തന്നെയാണ്. നിങ്ങളെപ്പോലെയുള്ള പലതിനെയും കണ്ടിട്ട് തന്നെയാണ് കടന്നു വന്നത്. നീ എന്റെ മേലെത്തിയിട്ടില്ല പണ്ട്, പിന്നെ തന്നെ ഉണ്ടായത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടന്നു വരണം. തൊട്ടു മുമ്പ് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ജാലിയാവാല തന്ന, എന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അയാളെ ധാരണ ഞാൻ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യില്ല എന്നാണ്. ആ റെക്കോർഡിംഗ് ഉണ്ട്. വേണം വെല്ലുവിളിച്ചാൽ ഇപ്പോ ഇവിടുന്ന് വെച്ചിരുന്നു. തൊട്ടു മുമ്പ് സംസാരിച്ചത് എന്നോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ജാലിയാവാല തന്ന 3 മുടിയില്ലേ ഷഹർ മുബാറക്ക്, മുനാഫിക്കെ, അത് കയ്യിൽ വെച്ചിട്ടാണോ പറയുന്നത്? എടോ, ഞാൻ അത് കയ്യിൽ വെച്ചിട്ടാ വെല്ലുവിളിക്കുന്നത്. നീ സമ്മതിച്ചല്ലോ, ജാലിയാവാല തന്നതാണെന്ന് നീ സമ്മതിച്ചില്ലേ? തെളിവുണ്ട് എന്റെ കയ്യിൽ. എങ്കിൽ നിന്റെ സംഭാഷണത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്ക് വേണ്ടി എന്റെ കയ്യിലുള്ള മുടി വെച്ചുകൊണ്ട് ഇത് ഒറിജിനലാണോ അല്ലേ വ്യാജമാണോ എന്ന് തെളിയിക്കാനുള്ള ഒരു സംവാദത്തിന് നീ തയ്യാറുണ്ടെങ്കിൽ കടന്നു വരിക ഈ വേദിയിലേക്ക്. നമുക്കിപ്പൊ കത്തെഴുതാം. തന്റെ ഇടമുണ്ടെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ഞാനിതാ നിങ്ങളുടെ നാട്ടിൽ പത്തപ്പിരിയത്ത് വന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത്. നേരെ മുന്നിലേക്ക് വരാം. ഒരു പ്രശ്നമില്ല, എല്ലാ സംരക്ഷണവും തരും. ഒരു പേടിയും, ഇനി അയാൾക്ക് ആ പേടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംരക്ഷണത്തിന്റെ പ്രശ്നമൊന്നും ആൾക്കുണ്ടാവില്ല. ഇങ്ങനെയുള്ള പല വേദിയിൽ കയറി പോകുന്ന ആളാണ്. ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ മുടിയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. തീർച്ചയാണ്, അതാണ് ഏറ്റവും വലിയ രസം. എന്റെ കയ്യിൽ മുടിയുണ്ട്, അതിപ്പോ ഞാൻ കുറെ കഴിഞ്ഞ് പറയേണ്ട സാധനമാണ്. പക്ഷെ അയാൾ എന്നെ ഫോണിൽ എന്റെ കയ്യിൽ ഉണ്ടെന്ന് ഇവിടുന്ന് സമ്മതിച്ച സ്ഥിതിയിൽ ഇനി ഇല്ല എന്ന് പറയാനായിട്ട് കഴിയില്ലല്ലോ. ഈ അടുത്ത് നൌഷാദാസിന്റെ സംവാദത്തിലെ മധ്യസ്ഥനും കൂടിയായിരുന്നു അദ്ദേഹം. നൌഷാദാസിന്റെ സംവാദത്തിലെ മധ്യസ്ഥൻ. അപ്പൊ ഈ മുടി വ്യാജമാണെന്ന് പറയുന്ന എന്നെ മുനാഫിക്കാക്കുമ്പോ
താൻ നടത്തിയ സംവാദത്തിലെ പ്രധാനപ്പെട്ട ആള് തന്നെ മുനാഫിക്കീങ്ങളുടെ മറ്റൊരു നേതാവാണെന്നും കൂടി മനസ്സിലായിക്കൂടെ? വേറെ കുറെ എണ്ണുണ്ട്, അതിലൊന്നും കൂടിയാണെന്ന് മനസ്സിലായിക്കൂടെ? എന്നെക്കാളേറെ കേരള ജനതക്കറിയാവുന്ന വിധത്തിൽ ഇത് വ്യാജമാണെന്ന് പറഞ്ഞ് കേസറ്റ് ഇറക്കിയത് ആരാ? SKSSFന്റെയും SYSന്റെയും ഒക്കെ ഓഫീസായ മലപ്പുറത്തെ സുന്നി മഹലിൽ പോയിട്ട് ഞങ്ങളെപ്പോലും ഓവർടേക്ക് ചെയ്തിട്ട് ഈ വിധത്തിൽ പ്രസംഗിച്ചിട്ട് CD ഇറക്കാൻ വേണ്ടി SKSSFന് വിട്ടുകൊടുത്ത നൌഷാദ് ഹസനിയുടെ സംവാദത്തിലെ മധ്യസ്ഥനായി പോകുന്ന മനുഷ്യ നിങ്ങളെ സംഘടന ഏൽപ്പിച്ചിട്ടാ പോയതെന്ന് ഞങ്ങൾക്കറിയാം. ഞാനിതാ വെല്ലുവിളിക്കുന്ന ആ വ്യക്തിയെ തന്റെ ഇടത്തോടെ കടന്നു വരാം. അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിച്ച് കേരളം മുഴുവൻ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന SSF എന്ന സംഘടനയുടെ പ്രതിനിധിയോടാണ് എന്റെ വെല്ലുവിളി. അമ്മികൊത്താനുണ്ടോ എന്ന വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടിട്ടിപ്പോ നിർത്തിയോ പരിപാടി? അറിയാൻ കൗതുകമുണ്ട്, താല്പര്യമുണ്ട്. ഔദ്യോഗികമായി സംഘടനയുടെ പേരിൽ ഒരു സംവാദത്തിന് തയ്യാറായിട്ട് അദ്ദേഹം ഉണ്ടെങ്കിലാണ് ഞാൻ വെല്ലുവിളിച്ചത്. ഇപ്പോൾ ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ മതി, ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് പിന്നീട് നിങ്ങൾ ലെറ്റർ പേഡിൽ പിന്നീട് എഴുതി തന്നാൽ മതി. ഇനി ലെറ്റർ പേഡ് ഇല്ലാത്തോണ്ടാന്ന് പറയേണ്ട, ഒരു സൊല്യൂഷനും കൂടി നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു, കടന്നു വരാം. കാര്യമായിട്ട് എന്നെ വെല്ലുവിളിക്കുന്നത് നമുക്ക് കൊണ്ടുവരാം, ആ മുടി എല്ലാ പരീക്ഷണവും നടത്താം, കത്തിക്കൂല ഞാൻ. അതിന് SKSF പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ നിൽക്കൂല. അത് മർക്കസിൽ കൊണ്ടുവന്നിട്ട് വേണം കത്തിക്കാം, ഞാൻ കത്തിക്കൂല. കാരണം മർക്കസിൽ കത്തിച്ചാൽ ചിലപ്പോ കാന്തപുരത്തിന്റെ കച്ചവടം അതോടെ മുട്ടും. പക്ഷെ ഇതുപോലത്തെ ആളുകൾ വന്നാൽ ഇത് കാണിച്ചു കൊടുക്കാൻ കയ്യിൽ വേണമല്ലോ, അതുകൊണ്ടാ കത്തിക്കൂല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കത്തിക്കലല്ലാത്ത ഒരുപാട് പരീക്ഷണമുണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ഇത് ഇവിടുന്ന് മാത്രമല്ല കേൾക്കുന്നത്, KCR ലൈവില്ലേ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിലിരുന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെല്ലുവിളിയാണ്. കാന്തപുരം വിഭാഗത്തിന്റെ കുട്ടികളിൽ പ്രവർത്തകരിൽ ആർജവമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിക്കാറുള്ള ഒരു പോസ്റ്ററുണ്ട്, നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനെന്ന നിങ്ങളുടെ വെല്ലുവിളിയെ ഞാൻ നിങ്ങളുടെ പോസ്റ്ററിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. നെഞ്ചുറപ്പുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരിക. നാളെ വന്നിട്ട് വഹാബിനെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്റെ റെക്കോർഡിൽ കേൾക്കാം, എന്നോട് അയാൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ മൈക്കിലെ സംഭാഷണം അതുപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അതടക്കം അതിൽ ഇയാൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവും കൂടിയാണത്. അതടക്കം ആ സംഭാഷണത്തിന്റെ കൂടെ ഉണ്ട്. മൂപ്പര് എന്നെ ഇവിടെ കാണാത്തോണ്ട് വിളിച്ചാണ്. മൂപ്പര് വിചാരിച്ച് ഞാൻ വരൂല. ഞാനെന്താ നൌഷാദ് ഹസനെയാണോ വരാമെന്നേറ്റ പരിപാടിയിലേക്ക് പോവാതിരിക്കാൻ? അപ്പൊ നിങ്ങൾ കൊണ്ട് നടക്കുന്ന നൌഷാദ് ഹസനി, ആ നൌഷാദ് ഹസനിയല്ലേ നിങ്ങൾ ഏറ്റവും വലിയ ആള്? ഇപ്പൊ കൊണ്ടു നടന്നു, മുനാഫിക്കിനെയും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. നൌഷാദ് ഹസനിയെ കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നൌഷാദ് ഹസനി കേരള സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. നൌഷാദ് ഹസനി കേരള സമൂഹത്തോട് എന്താ പറഞ്ഞത്? പേരോടിന് പോലും ഈ മുടിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു നടന്ന നൌഷാദ് ഹസനിയെ പേറി നടക്കുന്നവന്, ഈമാനില്ലാത്ത മുനാഫിക്കിനെയാണ് പേറി നടക്കുന്നത് എന്ന് നിന്റെ ഭാഷയിൽ ഞാൻ വിളിച്ചു പറയുന്നു. നൌഷാദ് ഹസനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിന്റെ ഭാഷ ഞാൻ കടമെടുത്ത് പറയാം. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞ നൌഷാദ് ഹസനി മുനാഫിക്കിന്റെ പണിയെടുക്കുന്ന ആളാണെന്നതിന്റെ തെളിവ് കേട്ടോളൂ. ആ നൌഷാദ് ഹസനി 51 നൌഷാദ് ഹസനി പറയുന്നത് കേട്ടോളൂ. ആണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ചോദിക്കുന്നുണ്ട്. മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? പേരോടിനോട് ചോദിച്ചു എന്നാണ്. പേരോടിനോട് ജിഷാൻ ചോദിച്ചു, മർക്കസിലുള്ള മുടി ഒറിജിനലാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് ബന്ധത്താക്കിയല്ലേ. അയാൾ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ല ആള് വളഞ്ഞ സാധനമാണ്. ഓന്റെ അടുത്ത ചോദ്യം, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കുന്നു പറഞ്ഞാണ് പോയി. കൊടുത്ത കൂടി മുസ്ലിം അലിസ്ലം നമ്മുടെ ഫോറം വർക്കാണ് പേരോട് ഞാൻ പറഞ്ഞു ഞാനും ഫോറം വർക്കാൻ അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട് അത് തൽക്കാലം ഇപ്പോൾ ചരിത്രമാൻ വേണ്ടി പറഞ്ഞത് ഇല്ല. പറയില്ല ഞാൻ അത് മുസ്ലിമാകുന്ന മുമ്പ് അല്ല എന്നും ആണെന്ന് പറയാം.
അത് ഇസ്ലാമുകളുടെ മുന്നിൽ ആവാറും കഴിയുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങളറിയണം ഞാൻ പറയുന്നത്. നൗഷാദാസിന് ക്ലിപ്പിട്ടിട്ടാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആയാലും അല്ലെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും എന്ന് പറഞ്ഞ് പേരോട് ഊരിന്ന് പേരോടിന്റെ ക്ലിപ്പിട്ടിട്ടാണ് പറഞ്ഞത്. ഈ പേരോടിനെ അംഗീകരിക്കുമോ സുഹൃത്തെ? അല്ല നൗഷാദാസിനെ നീ അംഗീകരിക്കുമോ? രണ്ട് തോണിയിൽ കാല് വെച്ചാൽ അത് ഒരുപക്ഷെ മുജാഹിദിലേക്ക് പോകാനുള്ള കാരണമാവും. ഓർത്തോളൂ, ഏതെങ്കിലും ഒന്നിൽ കാല് വെക്കുക. ഒന്നുകിൽ നിന്റെ ഭാഷയിലെ മുനാഫിക്കിന്റെ ഭാഗത്ത് നീ കാല് വെക്കുക, അല്ല മുഅ്മിനിന്റെ ഭാഗത്ത് നിന്ന് നീ പറയുന്നവരുടെ ഭാഗത്ത് കാല് വെക്കുക. അതിലേതെങ്കിലും ഒന്നിൽ വെക്കുക. അപ്പൊ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഒരു മുനാഫിക്കിനെയും കൂട്ടിയിട്ട് സംവാദം നടക്കുമ്പോ അതിന് പോയിരിക്കാൻ നാണമില്ലാത്തവരെ AP വിഭാഗത്തിൽ നിന്നല്ലാതെ ലോകത്ത് വേറെ എവിടെ നിന്ന് കിട്ടൂടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഭാഗത്തോടൊപ്പം കൂടുന്ന ആളുകൾക്ക് പലപ്പോഴും അതിൽ ജീവിക്കാനുള്ള ജീവിതോപാധികളായി ആ പ്രസ്ഥാനത്തെ പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ പോകുന്നത്. അതുകൊണ്ട് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുനാഫിക്കാണെന്ന് പറയുന്ന എന്നെക്കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോ അതിനേക്കാളേറെ മുനാഫിക്കാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന പലതും എന്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. അതൊരു സമൂഹത്തിന്റെ മുന്നിൽ ഇപ്പൊ പറയേണ്ടതില്ല എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. പത്തപ്പിരിയത്തായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നിൽ വാ, അതിന്റെ പിന്നിൽ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ നിർത്തിപ്പോരൂല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോളൂ, ഇവിടെ ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ പിടിച്ച്, സലീം നദവിയെ പോലെ ഞങ്ങളെപ്പോലെയുള്ളവരെ പിടിച്ചുകൊണ്ടുവന്ന് ഇവരുടെ പ്രസ്ഥാനത്തിലേക്ക് ഉണ്ടാക്കിയത് എന്ത് പറഞ്ഞിട്ടാ? ശംസുൽ ഉലമക്ക് പിഴച്ചുപോയി എന്ന് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. ആ ശംസുൽ ഉലമക്ക് ഈമാനിൽ പിഴച്ചു, ബിദ്അത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാളമ്പാടി ഉസ്താദിനെ കാളയെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ കാളമ്പാടി ഉസ്താദ് വഫാത്തായപ്പോ അത് കാണാൻ പോയി. ഉസ്താദിനെ കാണാൻ പോയി. ഞങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മരണം വരെയാണോ നിങ്ങളുടെ വെറുപ്പ്? സമൂഹത്തിന് ഈ മഹാന്മാരോട് അടുക്കാനുള്ള, ബന്ധപ്പെടാനുള്ള വഴികളെല്ലാം അടച്ചുവെച്ച് അവരോട് ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവരുമായുള്ള ബന്ധം മാറ്റി നിർത്തിയിട്ട്, ഇത്രയും വലിയ മഹാന്മാരിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവസാനം എന്താ ഇവർ ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെയൊക്കെ മഹാന്മാരായി. ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണോ? അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുള്ളവരെന്ന് പറയുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടുന്ന സ്വഭാവ വിശേഷമാണോ ഇത്? ഇവരുടെ പിന്നാലെ ഇത്തരം രാഷ്ട്രീയക്കാരെ പോലും നിയമസഭയിൽ ഇരുന്ന് തല്ലുകൂടും. പുറത്തിറങ്ങിയാൽ വളരെ നല്ല സുഹൃത്തുക്കൾ, നിയമസഭയിൽ തന്നെ പുറത്ത് ക്യാമറ കാണാത്ത സമയത്ത് ഒന്നിച്ചിരുന്ന സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അവർ മരിച്ചാൽ കാണാനും പോവും, അവരുടെ മേലെ പോയി റീത്തും സമർപ്പിക്കും, പറ്റുമെങ്കിൽ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇത് രാഷ്ട്രീയ സ്റ്റൈലാണ്. ഈ രാഷ്ട്രീയ സ്റ്റൈല് പോലെ ജീവിത കാലഘട്ടത്തിൽ യഥാർത്ഥ പണ്ഡിതന്മാരെക്കുറിച്ച്, മഹാന്മാരെക്കുറിച്ച് അവർക്ക് ഈമാനിൽ പിഴച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ച് നിൽക്കുന്നവർ അവസാനം അവരുടെ വഫാത്തിന് ശേഷം ശംസുൽ ഉലമ ആരാ മഹാനാണ്? ശംസുൽ ഉലമയെക്കുറിച്ച് ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ, അനാവശ്യം പറഞ്ഞാൽ അവന് തിരിച്ചടിയേൽക്കും വിധത്തിൽ കറാമത്തുള്ള മഹാനാണെന്ന് ആരാ പറഞ്ഞത്? ശംസുൽ ഉലമന്റെ മദ്ഹ് പറയുന്ന ആളല്ല പറഞ്ഞത്. കാന്തപുരത്തിന്റെ മദ്ഹ് പറയാനായിട്ട് പടച്ചവനെപ്പോലും കൂട്ടുപിടിക്കുന്ന പകരഹസനി എന്ന സ്വപ്നജീവി അദ്ദേഹം പറയുന്നത് കേൾക്കാം നമുക്ക്. ഏതായാലും പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഈക്കയുടെ മുഖത്ത് നോക്കി നായന്റെ മോനെ എന്ന് വിളിച്ചു ഒരു ശൈത്താൻ. ഓനത് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നറിയുമോ? അയാൾ പണക്കാരനെ, പണത്തിന്റെ ഉറുമ്പുകൊണ്ട് ചെയ്തതാ. അയാൾ മരിക്കുമ്പോ അറിയാതെ പറഞ്ഞുപോയി നായന്റെ മോനെ എന്ന് സ്വന്തം മോനെ വിളിച്ചു. പിന്നെ അയാളൊന്നും ചൊല്ലിയിട്ടില്ല, അതോടെ മരിച്ചുപോയി. ആഖിറു കലാം നായന്റെ മോനെ. എന്റെ ഈക്കയുടെ കുരുത്തുകളെ തട്ടി മഹാന്മാരെ പണ്ഡിതന്മാരൊന്നും പറയരുത്. സ്നേഹിക്കണം, ആദരിക്കണം, അവരൊക്കെ ബർക്കത്ത്. എന്താണ് ഇവരിപ്പോ പറഞ്ഞത്? കെ ഉസ്താദിന് അങ്ങനെ പറഞ്ഞാൽ തട്ടും വിധത്തിലേക്ക് അത്ര വലിയ മഹാനാണ്. അപ്പൊ ഉസ്താദിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കെ ഉസ്താദിനെതിരെ പറഞ്ഞവർക്കൊക്കെ കിട്ടുമെന്ന് ഉറപ്പല്ലേ? അതന്നെ ആയിരിക്കില്ലേ ഏൽപ്പിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഓരോന്നും ഇതിന്റെ കാരണമായിരിക്കില്ലേ? ഇത് പറയുമ്പോ പറയും, എന്താ ഞങ്ങൾ ഉസ്താദിന് പ്രയാസം? കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥന മുഖം കെടുത്താനുള്ള പ്രാർത്ഥന ഉണ്ടായിട്ട് ഞങ്ങൾ ഉസ്താദിന് എന്താ മുഖം കെട്ടത് എവിടെയാ? ഞങ്ങൾ ഉസ്താദിന്റെ കാറ് കൂടിയില്ലേ, വലിപ്പം കൂടിയില്ലേ? 18 ലക്ഷവും 19 ലക്ഷം രൂപയും ടാക്സ് മാത്രം അടക്കേണ്ട വലിയ കാറ് ഞങ്ങൾ ഉസ്താദ് വാങ്ങിയില്ലേ? അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടില്ലേ? കാശ്മീർ പ്രധാനമന്ത്രിയെ കണ്ടില്ലേ? എന്തിനേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറയപ്പെടുന്ന മോഡിയെപ്പോയി ഞങ്ങൾ ഉസ്താദ് കെട്ടിപ്പിടിച്ചില്ലേ? എന്നിട്ടാ ഞങ്ങൾ ഉസ്താദിന്റെ മുഖം കെട്ടു എന്ന് പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെ, മുഖത്താരെങ്കിലും ആസിഡ് കൊണ്ടൊഴിക്കുന്നതിനെ അല്ല മുഖം കെടുക എന്ന് പറയുന്നത്.
ഈമാനിക പ്രകാശമില്ലാതാവുന്നതോടൊപ്പം മുസ്ലിങ്ങളുടെ യഥാർത്ഥ പക്ഷത്തു നിന്ന് വഴിമാറിപ്പോയിട്ട് യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുക്കാൻ പറ്റാത്ത വിധം സമൂഹം അപഹസിക്കുന്ന വിധത്തിലേക്ക് സ്വന്തം ശിഷ്യന്മാരാൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ വേദികളിൽ ഇപ്പൊ എന്താ കാണുന്നത്? സക്കാഫി സംഗമങ്ങളാണ്. എന്തിനാ സക്കാഫി സംഗമം? ഞങ്ങൾ ഉസ്താദിദാ ജനങ്ങളെ നിങ്ങളെ പറ്റിക്കും, ഞങ്ങളെ പലപ്പോഴും പറ്റിച്ചിട്ടുണ്ടെന്ന് പറയാൻ സക്കാഫിമാരാകുന്ന ശിഷ്യന്മാർ കേരളം മുഴുവൻ നടക്കുകയാണ്. ഈമാനുള്ള ശിഷ്യന്മാർ സൗകര്യങ്ങളും സംവിധാനങ്ങളും കൂടെ കൊടുത്തിട്ട് ചിലരെ കൂടെ കൂട്ടിയതല്ലാതെ അല്ലാത്ത യഥാർത്ഥ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ഉള്ളറിഞ്ഞ ശിഷ്യന്മാർ, യഥാർത്ഥം മനസ്സിലാക്കിയവർ കേരളം മുഴുവൻ നടക്കുകയാണ്. ഇതിനാ മുഖം കെടുക എന്ന് പറയാം. അല്ലാതെ മുഖത്താരെങ്കിലും ആസിഡോ മറ്റെന്തെങ്കിലോ കൊണ്ടൊഴിക്കുന്നതിനല്ല. ഇത് പറയുമ്പോൾ അവരതാ പറയാ, ഞങ്ങൾ ഉസ്താദിന് എന്തൊരു സൗകര്യങ്ങൾ ഇപ്പോഴായി. പിന്നെ പറയാറുണ്ടെന്ത്, ഞങ്ങൾ ഉസ്താദ് മഹാനാവാനുള്ള കാരണമെന്താ? ഞങ്ങൾ ഉസ്താദിന് ബോംബെയിലെ ജാലിയാവാലയിൽ നിന്ന് തിരുമുടി കിട്ടിയതിനു ശേഷം ഞങ്ങൾ ഉസ്താദ് മഹാനായി. അതുകൊണ്ട് ഞങ്ങൾ ഉസ്താദിന് അത് കിട്ടിയതിനു ശേഷം അത് സൂക്ഷിക്കുന്നയാളെന്ന നിലയിൽ ഉസ്താദിനെ ഒരാൾ ചീത്ത പറഞ്ഞാലോ എന്റെ ആഖിബത്ത് സൂക്ഷിച്ചോളീന്ന് പറയാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്താദിനെ പോലത്തുള്ള ഒരു മഹാൻ തന്നെയല്ലേ ഞാനും? അതേ ബോംബെയിൽ നിന്ന് അതേ മനുഷ്യനല്ലേ 3 മുടി എനിക്കും തന്നത്? അല്ലേ? എനിക്കും 3 തന്നു. നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫോണിൽ പറഞ്ഞതുപോലെ ബർക്കത്തെടുക്കാനല്ലേ എനിക്ക് തന്നത്. അങ്ങനെയുള്ള എന്നെ വിമർശിച്ചാൽ, എന്നെ മുനാഫിക്ക് എന്ന് വിളിച്ചാൽ, മോനെ ആഖിബത്ത് സൂക്ഷിക്കണ്ടേ? അപ്പൊ എന്താ നിങ്ങൾ പറയുന്നത്? ബോംബെയിലെ മുടി കിട്ടിയതിന്റെ പേരിൽ നിങ്ങളുടെ കാന്തപുരം മഹാനായി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അദ്ദേഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്തഛിദ്രതയുടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഘടനക്കുള്ളിൽ പോയിട്ടൊന്ന് കേട്ടു നോക്കൂ, അറിഞ്ഞു നോക്കൂ, അപ്പൊ മനസ്സിലാവും. അതാ ആദ്യം ഞാനിട്ട ക്ലിപ്പിൽ പത്തപ്പിരിയം സക്കാഫി 5-6 കൊല്ലായിട്ടുള്ള എന്റെ വേദന എന്ന് പറഞ്ഞത് മൂപ്പർക്ക് പനിയുണ്ടായതോ പല്ലുവേദന ഉണ്ടായതല്ല. ഈ പ്രശ്നത്തിൽ അയാളുടെ സംഘടനാപരമായ ആ വേദനയെക്കുറിച്ചാണ് പത്തപ്പിരിയം പറഞ്ഞത്. അത് തിരിച്ചറിയാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തിരിച്ചറിയാനുള്ള തന്റെ ഇടമുണ്ടായാൽ ഞാൻ നിന്നോട് സംവാദത്തിനല്ല പറഞ്ഞത് മോനെ, മർക്കസിലുള്ള തിരികേശൻ നബിസല്ലാഹു തങ്ങളുടേതാണ്, അറുത് ബർക്കത്തെടുക്കാം, പുണ്യം ലഭിക്കും, ഞാൻ നിന്നോട് സംവാദത്തിന് തയ്യാറാണെന്ന് പത്തപ്പിരിയം മജീദ്. എന്താണ് ഇങ്ങനെയൊക്കെ ആയാല്? മസിൽ പിടിച്ചിട്ട് നിൽക്കല്ല, കുറച്ച് ഒന്ന് ശരിക്കൊന്ന് എഴുതി. ഞാൻ പറഞ്ഞത് സംഘടനയുടെ പേരിൽ തയ്യാറായിട്ട് വരാനാണ്. പത്തപ്പിരിയത്തെ മജീദ് എന്നല്ല, അങ്ങനെ എത്ര പിരിയത്തെ മജീദുമാരുണ്ടാവും? അതാണോ നമുക്ക് വിഷയം? സംഘടനാപരമായി സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ ഇതാ മർക്കസിലുള്ള മുടി യഥാർത്ഥാണെന്നാണ് പറഞ്ഞത്. അല്ലേ? മർക്കസിലുള്ള തിരികേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ബർക്കത്തെടുക്കണമെന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ വാദാക്കാം. ആണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു ഇപ്പൊ ഇവിടെ. പക്ഷേ SKSSF ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ സംഘടനാപരമായ ഒരു സംവാദം നടത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത്. ഏതെങ്കിലും വ്യക്തികളായിട്ടല്ല. വ്യക്തികൾ സംവാദം നടത്തിയാൽ ആസേനി ഞങ്ങൾ ആളല്ല എന്ന് പറഞ്ഞതുപോലെ ഈ മജീദിനെ മാറ്റി നിർത്തും. അതല്ല, ഞാൻ ആമുഖമായി പറഞ്ഞിട്ടില്ലേ? ഞാൻ കൃത്യമായി ഇതാ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ റെക്കോർഡിംഗ് ഉണ്ട്. കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയെയല്ല ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്കറിയാം ഇത് വരും എന്നുള്ളത്. ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരും. വേറെ പണിയില്ലേ കാക്ക? ഞാൻ ചോദിച്ചത് സംഘടനയോടാണ്. എന്തിന്? കേരളത്തിൽ ഞങ്ങൾക്ക് 25,000 മദ്രസയും 2,000 പള്ളിയുമുണ്ട്, ഞങ്ങൾ ഉസ്താദ് മഹാനാണെന്ന് പറയുന്ന സമൂഹത്തോടാ ചോദിക്കുന്നത്. നിങ്ങളുടെ സംഘടനക്ക് ഒരു സംഘടനയോട് സംവാദം നടത്താൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ലേ എന്നാ ചോദിക്കുന്നത്. ഈ കത്ത് കയ്യെ പിടിച്ചിട്ട് ഒരു വ്യക്തിയാണ് ഇപ്പം വരുന്നത്. നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കാരൊക്കെ നിങ്ങളെ വ്യക്തികളുടെ പേരാണോ? നോട്ടീസ് ഒട്ടിക്കാറുള്ള സംഘടനയുടെ പേരല്ലേ? ആ സംഘടനയുടെ പേരിൽ ഒരു കത്ത് തരാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, വെള്ളക്കടലാസിനും മതി, പക്ഷെ സംഘടനയുടെ പേരിൽ എന്ന് എഴുതി തരാൻ ഈ കത്തിന് പകരം ഇനി എഴുതി കൊണ്ടുവരാട്ടോ. പ്രശ്നമൊന്നുമില്ല. ഇത് തന്നുകൊണ്ട് ഇത് നിങ്ങൾ ചിലപ്പോൾ ആവേശത്തിൽ ചെല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങിൽ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ ഉള്ള വികാര വായ്പിൽ നിങ്ങൾ എഴുതിപ്പോയതാവാം. പണ്ട് എനിക്കും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ. കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി അതൊക്കെ ശരിയാവും സുഹൃത്തെ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല.
പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതിന് ഹലോ, അസ്സലാമു അലൈക്കും. നൂറുദ്ദീൻ, ഞങ്ങൾ അവിടെ ഇതിന്റെ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. ഏതായാലേ ഇപ്പൊ വരും ഇൻഷാല്ലാ ദേശീയാണ് ഇപ്പൊ വരും. അല്ലേ, ഒരാളൊരു കത്ത് കൊടുക്കുക. ഞാനേ മൂപ്പരെ പെരന്റെ ഉള്ളിലൊരു മുടി വെച്ച മാതിരി ഉണ്ട്. ഒരു മജീദ് തന്നെ കണ്ട ഒരാളൊരു കത്ത് കൊടുക്കുക. ഞാൻ സംവാദത്തിന് തയ്യാറാണെന്ന്. ഇവിടെ കാന്തപുരം അബൂഖുംസിയാർ കൊണ്ടുവന്ന ഒരു വലിയ മുടിയാ. ഒരു വലിയ പ്രസ്ഥാനത്തിലെ ആൾക്കാർ ഒരു വലിയ മുടി കൊണ്ടുവന്നൊക്കെയല്ല. ആ മുടിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഞാനൊരു മജീദ്, ഞാൻ തയ്യാറാണ്. തോറ്റാ മജീദ് തോറ്റു. അത് വ്യാജാണെന്ന് പറഞ്ഞാൽ മജീദിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അപ്പൊ മജീദ് തോറ്റുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. ആ ഒരു തരികിടും തട്ടിപ്പൊന്നും വേണ്ട മക്കളെ. നിങ്ങൾക്ക് നിങ്ങളൊരു സംഘടന ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനല്ലേ അമ്മി കൊത്താണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ സംവാദത്തിനുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ, ഉണ്ടോ എന്ന് ചോദിച്ചാടുന്ന ആൾക്കാർ ഈ മുടി ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മിണ്ടാട്ടില്ല. ഒന്നുകൊണ്ട് മുറിക്കാരൻ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര സംവാദങ്ങളും നിങ്ങൾ എത്ര മുഖാമുഖങ്ങളൊക്കെ ഇപ്പൊ വെക്കുന്നുണ്ട്, എത്ര നടത്തുന്നുണ്ട് എന്ന്. കാരണം എന്താ? ബേജാറാണ്, പേടിയാണ്. കാരണം ആദ്യത്തെ ചോദ്യം തന്നെ മുടിയായിക്കാരം. ആൾക്കനുസരിച്ചാണ് ഇപ്പൊ മുടിയായി. രാമന്തലിന്റെ കയ്യിലായാൽ ജാലിയവാല തന്നെ കൊടുക്കുന്നത്, രാമന്തലിന്റെ കയ്യിലായാൽ അത് ഷെയർ മുബാറക്കല്ല, ജിഷാമായിയുടെ കയ്യിലായാൽ ഷെയർ മുബാറക്കല്ല, കാന്തപുരത്തിന്റെ എത്തിയാൽ ഷെയർ മുബാറക്ക്. എനിക്കൊരു ഒരു അത്ഭുതം തന്നെ അല്ലേ. വല്ലാത്തൊരു മേജിക്ക്. ഇതൊക്കെ കാന്തപുരം മേജിക്ക് എന്ന് പറയേണ്ട ഇതിനെ കുറിച്ച്. ഒരേ സാധനം ഒരാൾ കൊടുക്കുക 3 ആൾക്കാർക്ക്. ഒരാളെടുത്ത് കിട്ടിയാൽ ഒറിജിനലും മറ്റേയാളെടുത്ത് രണ്ടാളത്തും വ്യാജവും. ഒന്ന് SSF കാരങ്ങളൊന്ന് ചിന്തിക്കുക ഈ വിഷയം. എന്നിട്ട് പേരോട സക്കാഫി പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശാണെന്ന് പറഞ്ഞിട്ടാണ് ജിഷാമായി വരുന്നുണ്ട്, ഞാൻ വാങ്ങും, അപ്പൊ ബർക്കത്തിർക്ക. എന്താ പൊന്നാര പൊട്ടന്മാരെ നിങ്ങൾ ഈ പറയണത്? ഒരു റസൂലുള്ളാഹിന്റെ തിരികേശം വ്യക്തികൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുവോ? ജിഷാൻമായിക്ക് കൊടുത്താൽ അത് ജിഷാൻമായി തിരികേശം ആണ് എന്ന് പറഞ്ഞാൽ അത് തിരികേശമാണ്, അല്ല എന്ന് പറഞ്ഞാൽ അല്ല. എവിടുന്നാ നിങ്ങൾ വണ്ടിയേരിയത്? ആരെങ്ങൾക്കൊക്കെ പാസ്പോർട്ട് എടുത്ത അല്ലേ? ആരെക്കൊക്കെ പാസ്പോർട്ട് കൊടുത്തത്? ഒന്ന് ചിന്തിച്ചോക്കാം നിങ്ങൾ. ഇത്ര അധപ്പതിക്കാൻ പാടുണ്ടോ? ഒരേ സാധനം ജാലിയാവാല കൊടുത്താൽ ജിഷാൻമായി അത് തിരികേശം അല്ല എന്ന് പറഞ്ഞാൽ അത് തിരികേശം അല്ലാതായി, ജിഷാൻമായി ആണെന്ന് പറഞ്ഞാൽ അതായി. വല്ലാത്ത ഒരു ബുദ്ധിന്യങ്ങള്. തല വേലൊള്ളിച്ചണ്ട, നല്ല വലിയ തലീകെട്ടൻ ആയിക്കോട്ടെ. എന്നിട്ട് പേരടദ്രാമ സക്കാഫി പറയണേ, അവൻ അത് തിരികേശം ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ കൊണ്ടുവരുന്നതെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. അതില് വലിയ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജിഷാൻമായി എന്ത് ചെയ്തുകൊണ്ടോ, ഈ കീസ് കൊണ്ടേക്കാണ് ഈ മുടിയുള്ള മേശന്റെ അടിയിലാ വെച്ചിട്ടുണ്ട്. ജിഷാൻമായി മേശന്റെ അടിയിലാ വെച്ചിട്ടുണ്ട്. അതിൽ ഈ കുമ്മൂളി ഉണ്ടല്ലോ, കുമ്മൂളി എന്താ ജിഷാനജി കാട്ടുന്നത്? ആ തിരികേശം മേശന്റെ മുകൾക്ക് വെക്കാൻ കുമ്മൂളി. പേരടദ്രവസക്കാഫി തിരിഞ്ഞു നോക്കണില്ല. പേരടദ്രവസക്കാഫിക്കാർ അത് വ്യാജ മുടിയാണ്, അത് അടിയിലോ ഡെസ്കിന്റെ അടിയിലോ ടൗസറിംഗ് ഈസിയിലോ എവിടെയും വെച്ചോട്ടെ, അതിനെന്താ? മൂപ്പര് വ്യാജമുടിയല്ലേ. ഈ കുമ്മൂളിസ്താദ് സാധു പറയാ, ജിഷാനെ ഇതെന്താ മുടി താഴത്ത് വെക്കണ്, മേശപ്പുറത്ത് മുകളിലൊക്കെ. മേശന്റെ അടിയിലേ ജിഷാൻ മാഹി എന്ന ആ ഒരു വലിയ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. കാരണം അദ്ദേഹത്തിന്റെ ചില സമയത്ത് ഇന്നാള് കേൾവിക്കാരനെ വിളിക്കണണ്ടി, നിങ്ങള് കേൾവിക്കാരനെ വിളിച്ചുകാണ്ട് പറയാണ്, ഹലോ നിങ്ങളിപ്പോ സംവാദത്തിന് തയ്യാറുണ്ടോന്ന്. കേൾവിക്കാരനോട് ഒരു ഓൺലൈൻ സംവാദത്തിന് തയ്യാറുണ്ടോന്ന് ചോദിക്കുമ്പോ കേൾവിക്കാരൻ പറഞ്ഞു, ആരാത് ചോദിച്ചു, ഇതൊരു കുട്ടിയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. ജിഷാൻ മായിയോട് പറയാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കുട്ടിയാണ്, ആരാ സംസാരിക്കുന്നു ചോദിച്ചു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കുട്ടിയാണ് ജിഷാൻ മായി. അതില് കേൾവിക്കാരൻ ചോദിച്ചു, എങ്ങനെ ചങ്ങായിച്ചു കുട്ടിയാണ്? പെണ്ണൊക്കെ കിട്ടിയില്ല, കല്യാണമൊക്കെ കഴിഞ്ഞില്ല, എപ്പോഴും കുട്ടിയാണ് നടക്കഴിച്ചു. എന്തിനാ പേരക്കുട്ടിയായ എന്റെ പേരിന്റെ കൂടെ ഒരു കുട്ടി എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടത് ലൈവ് വന്നോ? ഇൻഷാ അല്ലാഹ്. ഈമാൻ പിഴച്ചത് എന്ന് പറഞ്ഞത് ബിദ്അത്തുകാരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ബിദ്അത്തുകാർ
ആർക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് മഹാന്മാരുടെ ഗണത്തിൽപ്പെടുന്നു. ആര്? കണ്ണിയത്ത് ഉസ്താദും മറ്റും. ഉറപ്പല്ലേ? ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും മഹാന്മാരാണെന്ന് ആര് സമ്മതിച്ചു? പേരോട് സമ്മതിച്ചു, പകരം സമ്മതിച്ചു. അപ്പൊ പകരം സമ്മതിച്ചാൽ AP സമ്മതിച്ചതാ. അപ്പൊ ആ വിഭാഗം മൊത്തം സമ്മതിച്ചു. എന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കട്ടെ, കേട്ടോളൂ. കണ്ണിയത്ത് ഉസ്താദ് മഹാനാണല്ലോ. ഈമാനുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ പറയുന്നത്. SSFകാരാ, കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും പറഞ്ഞാൽ എന്ന് നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യതയുള്ളവരാണ് എന്ന് ഞാനിതാ രേഖകൾ വെച്ച് സമർപ്പിക്കാൻ പോവാൻ. കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു. ഇനി കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ തള്ളാൻ നിങ്ങൾക്ക് വകുപ്പില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു കത്ത് വായിച്ചു തരാം. വാഴക്കാട് December 3 സുന്നികളുടെ ലേബലിൽ ഒരു പറ്റം തൽപര കക്ഷികൾ അഥവാ കാന്തപുരം വിഭാഗം, കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് വിഭാഗമാവുന്നേ ഉള്ളൂ, എറണാകുളത്ത് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിന് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആ സമ്മേളനത്തിന്റെ പേരിൽ സുന്നി ബഹുജനങ്ങൾ വഞ്ചിതരാവരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രസിഡന്റ് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. എപ്പോഴാ കൊടുത്തത്? ചന്ദ്രിക 4/12/1988. എന്തായാലും ഈ പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണത്. ഒരു മാസമായിട്ടുണ്ടാവില്ല അത് പറഞ്ഞിട്ട്. പക്ഷെ ഇത് 88-ലാണ് കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെ ശംസുൽ ഉലമയെ മഹാന്മാരാക്കി വെച്ചവർ എന്നാൽ ഇനി ഇവർ പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥരായില്ലേ? അപ്പൊ എറണാകുളത്ത് സമ്മേളനം നടത്തിയതാരാണ്? കാന്തപുരമാണ്. ആ വിഭാഗത്തോടൊപ്പം കൂടാൻ പാടില്ലെന്ന് പറഞ്ഞതാരാ? കണ്ണിയത്ത് ഉസ്താദാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് കേൾക്കാൻ ബാധ്യതയില്ലേ? ബാധ്യതയുണ്ട്. കേട്ടോളൂ, അംഗീകരിച്ചോളൂ. അതാ മുഅ്മിനിന്റെ ഏർപ്പാട്. അല്ലാതെ ഇങ്ങനെ പറയും ചെയ്യാ, എന്നിട്ട് ഇതിനെതിരെ പ്രവർത്തിച്ച കാന്തപുരത്തിന്റെ കൂടെ പോവുകയും ചെയ്താൽ അന്ന് തന്നെ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട് അത്തരക്കാരുടെ സ്വഭാവത്തെക്കുറിച്ച്. അത് ശംസുൽ ഉലമ തന്നെ പറയട്ടെ. 3 ഞങ്ങൾ അസ്ഹാബ് ശിമാലിന്റെ മുല്ല അസ്ഹാബ് ജമീൻ ആവുക. ആലോചിച്ച് നോക്കൂ. അങ്ങനെ പ്രചാരണം ചെയ്തു. ഒന്നാമത്തെ ഫത്വ എന്താണ്? ഒന്നാമത്തെ ഫത്വ സുന്നികൾക്കാരും ആർക്കും തന്നെ ജായി തരണം. എന്ത് ജായി? അവലതൻ കഴിയുന്നത് ഈ സഹായങ്ങൾ ഈ ശരീരത്തിന്റെ കാര്യത്തിൽ ചെയ്യൽ ജായിതല്ല. ഫത്വ ഈ ഫത്വ ചെയ്തവനെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് സലാമിന്റെ മസ്ജിദാന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇത് സലാമിന്റെ മസ്ജിദ്? ഇതാണോ സലാമിന്റെ മസ്ജിദ്? എന്താണ് ഇത് മസ്ജിദ്? ആയിരുന്നു കളവ് പറയുന്ന രീതിയിൽ ഒരു അതിർത്തി വേണം. കളവ് പറയുന്നതിന് അതിർത്തി വേണമെന്നാണ്. ബാക്കി ശംസുൽ പറയുന്നുണ്ട്. സാലി സഖാഫി പറഞ്ഞതിന് മുമ്പ് തന്നെ ശംസുൽ പറഞ്ഞിട്ടുണ്ട്. ഇവരാരാം പറഞ്ഞു? ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. ചിലര് കഴിച്ചാവും അത് തന്റെ കൂടെ ഉണ്ടാവും. ചിലര് കഴുതയാവും, അവർ തന്റെ കൂടെ ഉണ്ടാവും. ഇതാരോടാ പറഞ്ഞത്? സ്വന്തത്തോട്. ഏത് സ്വന്തത്തോട്? നിങ്ങളല്ലേ പറഞ്ഞത് ശംസുൽ ഉലമ ഞങ്ങളാളാം. നിങ്ങളോടന്നെ പറഞ്ഞത്. ഈ ശംസുൽ ഉലമ പറഞ്ഞു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട്, നിങ്ങൾ കൂടെ കുറെ കഴുതകളുണ്ടാവും എന്ന് കരുതിയിട്ട് എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കഴുതകളല്ല. അത് കേട്ടിട്ടായിരിക്കാം സ്വാലി സഖാഫി പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ പ്രവർത്തകർക്ക് കഴുതകളാണ്. അത് കേട്ടിട്ടായിരിക്കും. എന്താണ് ഈ കാര്യം? എന്താണ് ആലോചിച്ചോ? എത്ര ദുരിതമായ സംഗതിയാണത്. ഇതാണ് ശംസുൽ ഉലമ ഇവരെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും മഹാന്മാരാണ്. ശംസുൽ ഉലമ പറഞ്ഞു ഇവർ കഴുതകളുടെ സ്വഭാവത്തിലേക്ക് പോകുന്നു, പച്ചക്കള്ളം പറയുന്നു, ഇവരിൽ പലരും കഴുതകളായി കേട്ടുനിൽക്കുന്നു ഇവരുടെ കൂട്ടത്തിലുള്ളവർ. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു ഇവർ സമ്മേളനം നടത്തുന്നത് സമസ്തയുടെ പേരിൽ നടത്തുന്ന സമ്മേളനവും സുന്നിയുടെ പേരിൽ നടത്തുന്ന സമ്മേളനവും ആരും പോകരുത് അതിലേക്ക് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോ പേരോടിന് തോന്നാണ് 8. പേരോടിന് തോന്നി ഏപ്പിക്ക് ഇങ്ങനെ ഒരു വളവ് സംഭവിച്ചതിന്റെ കാരണം ഒരുപക്ഷേ ശംസുൽ ഉലമയുടെയും പാണക്കാട്ട തങ്ങളുടെയും കുരുത്തക്കേടായിരിക്കും. കേട്ടോളൂ.
ഇവർക്ക് ഏറ്റവും കൂടുതലായി സംഭവിച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് അവരുടെയും പാണക്കാട് തങ്ങന്മാരുടെയും പൊരുത്തക്കേടാണ് കേട്ടോ. ഇത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? പാണക്കാട്ടെ തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുറ്റവും പറയാത്ത അവിടുത്തെ അംഗീകരിച്ചിരുന്ന സമസ്തയുടെ പ്രവർത്തകരെ കുറിച്ച് ഇങ്ങനെ പറയോ? ആരെങ്കിലും പറയോ? ഇല്ല. ശംസുൽമയെ കുറിച്ച് പറയോ? ശംസുൽമയോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയോ? ഇല്ല. പിന്നെ ആരെക്കുറിച്ചാ പറയാ? പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് വഹാബ് സഖാഫി മമ്പാട് എത്ര മോശമായി പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ ഒരുപാടുണ്ട്. അതിലേറ്റവും മോശമായതിൽ നല്ലതിനെ ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. മോശമായതിൽ നല്ലത്, അല്ലാതെ മോശമായതല്ല. ഇനി ബാക്കി ആവശ്യമുണ്ടോ നമുക്ക് കാണാം. ഇവിടെ SKSSFന്റെ പ്രവർത്തകരെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരുപാട് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ശേഷിപ്പോയിട്ടാണ് പോകുന്നത്. ക്ലിപ്പിട്ടിട്ട് പ്രസംഗിക്കേണ്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാതിരുന്നത്. നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ 1000 പ്രഭാഷണങ്ങൾ വേണ്ടി വന്നാലും പേരോട് പ്രസംഗിക്കുന്നതിനപ്പുറത്തൊരു പ്രഭാഷണം അധികം പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ് ക്ലിപ്പിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് സാധിക്കുന്നു. അത്രമാത്രം എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സമൂഹത്തോട് പറയുന്നത്, ഈ ഒരു കാരണവശാലും ലോകത്ത് വിശ്വസിച്ചു പോകാൻ പാടില്ല. ഇവർ മുനാഫിക്കുകളുടെ ഒന്നാമത്തെ സ്വഭാവമുള്ളവർ. ഇപ്പുറത്തുനിന്ന് ഒന്ന് പറയും, കുറച്ചു കഴിഞ്ഞാൽ വേറൊന്ന് പറയും. പരസ്പര വൈരുദ്ധ്യങ്ങൾ മാത്രം. പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇവർ ഒരുപക്ഷെ ഒരു കൈക്കുമ്പിൾ പഞ്ചസാര തരുമോ എന്ന് ചോദിച്ചു വരും. പഞ്ചസാര അല്ല, ഉപ്പ ഇട്ട് കൊടുക്കണ്ട കയ്യിലേക്ക്. ഇവർ ഈ സമുദായത്തെ പിളർത്താൻ വന്നവരാണ്. ഇവർ ചോദിക്കുന്ന സംഭാവനകളും ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ ആളുകൾ ഇവരുടെ പിന്നാലെ പറഞ്ഞയച്ചാൽ ഹബീബിന്റെ സവിധത്തിൽ നാളെ മഹ്ശറിലെത്തുമ്പോ ഹബീബിന്റെ സവിധത്തിലെത്തിയിട്ട് ഹൗലുൽ കൗസർ കൊടുക്കുന്ന സമയത്ത് ഹബീബ് ആട്ടി ഓടിക്കും. ആ വിധത്തിൽ ഈ സമുദായത്തെ പിളർച്ചാൻ ശ്രമിച്ചവരാണ്. പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് എത്ര മോശമായാണ് ഇവർ പറഞ്ഞത്. ആ പാണക്കാട്ടെ തങ്ങളെ ചീത്ത പറയുന്നവർക്ക് അനുകൂലമായി നിൽക്കാൻ എങ്ങനെ സാധിക്കും മുസ്ലിമേ, കേരളത്തിലെ മുസ്ലിമേ? ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഉസ്താദുമാർക്കെതിരെയും ഈ തങ്ങന്മാർക്കെതിരെയും കേരളത്തിൽ നിർത്തിയ ആളുകളാണ് ഈ പറയുന്നവരൊക്കെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ലക്കൽ ഹംദ് യാ അല്ലാഹ്. നിന്നെ സ്തുതിക്കുന്നു റഹ്മാനെ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ അഗാധ കയത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് അവസാനം ഈമാൻ പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടുമായിരുന്നില്ലേ? ഞങ്ങളെ രക്ഷപ്പെടുത്തിയ നാഥ, നിനക്ക് സ്തുതികളകിലും. ഇത് പറഞ്ഞ അതേ ആളുകൾ, കണ്ണിയത്ത് ഉസ്താദ് മഹാനാന്നൊക്കെ പറഞ്ഞല്ലോ, ഇതേ ആളുകൾക്ക് കുരുത്തക്കേട് കിട്ടിയത് പേരോട് പറഞ്ഞു, കാരണം സഹിതം. എന്നാൽ തങ്ങളെ കുരുത്തക്കേടാന്ന് പറയുന്നതിന് ഒരു തെളിവ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. തങ്ങൾ പറഞ്ഞതിന്റെ തെളിവ് ഞാൻ തരാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. തങ്ങളുടെ കുരുത്തക്കേടാണ് കാന്തപുരത്തിന് കിട്ടിയതെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിന്റെ തെളിവ് കൂടി കേട്ടോളൂ. അതിന്റെ തെളിവാണിത്. തങ്ങളെ കുരുത്തക്കേട് ഒരാളെ കിട്ടണമെങ്കിൽ എങ്ങനെയായിട്ടുണ്ട്? ഒരു വലിയ മഹാന്റെ അടുത്ത് നമ്മൾ പോയി. ആ മഹാൻ പറഞ്ഞു, നീ അവിടേക്ക് പോകരുത്, ഒരു സ്ഥലത്തേക്ക്. അപ്പൊ നമ്മൾ അത് അവഗണിച്ച് പിന്നെ അവിടേക്ക് പോയാൽ ഉറപ്പല്ലേ മഹാന്റെ ഇന്ന് കുരുത്തക്കേട് കിട്ടുമെന്നുള്ളത്? സംശയമില്ലല്ലോ. എന്നാ അതാ കേട്ടോളൂ. തങ്ങളുടെ കുരുത്തക്കേട് കിട്ടിയതിന്റെ തെളിവിതാ കേട്ടോളൂ. കോഴിക്കോട് ജനുവരി 17 മുസ്ലിം ഐക്യത്തെ അവഗണിക്കുകയും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച് നാദാപുരം സംഭവത്തിൽ അക്രമികളായ മാർക്സിസ്റ്റുകളെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഘടിത വിഭാഗം സുന്നികൾ നടത്തുന്ന, തങ്ങൾ പ്രയോഗിച്ച പ്രയോഗം നോക്കണം, വിഘടിത വിഭാഗം സുന്നികൾ നടത്തുന്ന യാതൊരു പരിപാടികളിലും മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹകരിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം അണികളോട് ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ലീഗ് ഹൌസിൽ ചേർന്ന യോഗം അംഗീകരിച്ച പ്രമേയത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇതെപ്പോ വന്നതാണ്? 1988 ചന്ദ്രികയിൽ വന്നതാണ്. 18/1/1989 വന്നതാണ് ഈ സംഭവം. ഇത് തങ്ങൾ പറഞ്ഞതാ. അപ്പൊ ഈ തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്താൽ എന്തുണ്ടാവും? ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, കുരുത്തക്കേടന്നെ ഉണ്ടാവുള്ളൂ. അതാ പേരോട് പറഞ്ഞത്. അതുകൊണ്ട് ഇവർക്ക് ഈ രണ്ടുപേരുടെയും കുരുത്തക്കേടാണ്. നിങ്ങളാരും വഞ്ചിതരായി പോണ്ടെന്ന് പേരോടിന്റെ നാവുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞു. എന്നാ പിന്നെ ബാക്കിയും കൂടി കേട്ടോളൂ. ഇനി ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ എല്ലാ സ്ഥലത്തും വന്നിട്ട് നല്ലത് മാത്രം തങ്ങളെക്കുറിച്ച് പറയുന്ന വഹാബ്, ഇതുവരെ ഞാൻ വായിച്ചതാണല്ലോ. ഇവർ പറഞ്ഞത് പലതും വായിച്ചതല്ലേ, ഇവർക്കെതിരെ പറഞ്ഞല്ലേ. ഇനി വഹാബ് പറയുന്നത് നമുക്ക് കേൾക്കാം. 5
വഹാബ് പറയട്ടെ തങ്ങളെ കുറിച്ച്. കുഞ്ഞാലിക്കുട്ടി എന്ന ശൈഖിനെ ആശ്രയിക്കേണ്ടി വരും. സാക്ഷാൽ പാണക്കാട് മുഹമ്മദ് നസീർ ശിഹാബ് തങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്താവന ഇറക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ശൈഖ് പിന്നാമ്പുറത്തിൽ നിന്ന് റിമോട്ട് വെക്കിയാലല്ലാതെ സാധിക്കാതെ വന്നേക്കാം. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. കേട്ടില്ലേ? ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിനേക്കാളും മോശമാണ്, അദ്ദേഹത്തിന്റെ പിന്നിലിരിക്കേണ്ട ആളാണ് പാണക്കാട്ടെ തങ്ങളെന്ന് വിളിച്ചു പറഞ്ഞത് പത്തപ്പിരി റഷീദ് സഖാഫിന്റെ സുഹൃത്ത് വഹാബി സഖാഫിയ. വഹാബി സഖാഫി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പാണക്കാട്ടെ തങ്ങന്മാരെ വിമർശിക്കുന്നവരെ വഹാബ് എന്ന് വിളിക്കാൻ പറ്റൂല. സയ്യിദ് പാണക്കാട്ടെ തങ്ങൾ 40 തലമുറ മുകളിലേക്ക് പോയാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന മഹത്തായ അനുഗ്രഹത്തിന്റെ കേദാരമാണ്. അവിടുത്തെ വീട്ടിൽ പോയിട്ടാണ്, അവിടുത്തെ മുന്നിൽ പോയിട്ടാണ് എനിക്ക് പാണക്കാട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ പല കൈകളും 10-26 കൊല്ലം പിടിച്ചിട്ടുണ്ട്. ആ കൈകളൊക്കെ പിടിച്ചപ്പോൾ ഞാൻ ഗുജറാത്തിലെത്തിയിട്ടുണ്ട്, മോഡിയുടെ മുന്നിലെത്തുന്നു. പലപ്പോഴും പല സ്ഥലങ്ങളിലാണ് നമ്മൾ എത്തിയത്. പക്ഷേ പാണക്കാട്ട് പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചപ്പോ ആ അനർഘഭാഗ്യത്തെ ഇപ്പോഴും ഓർക്കുമ്പോ മനസ്സിനെന്തോ വല്ലാത്ത സന്തോഷം ലഭിക്കുന്നു. അഭിമാനപൂരിതമാകുന്ന ആ ഒരു അന്തരീക്ഷവും ആ സമയവും ഓർത്തെടുക്കുമ്പോ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ പ്രചോദനങ്ങൾ ഏറി വരുന്ന ഒരു മഹത്തായ അനുഗ്രഹത്തിന്റെ മുന്നിലായിരുന്നു ഞാൻ പോയിരുന്നതെന്നും ആ പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കൈപിടിക്കാൻ കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ട് അവിടുത്തെ മുഖം കാണുമ്പോഴുള്ള സന്തോഷം, പലപ്പോഴും അവിടുത്തെ മുന്നിൽ പോയിരുന്നൊന്നും മന്ത്രിച്ചു തരാൻ പറഞ്ഞപ്പോ ആ മന്ത്രങ്ങളിൽ നിന്നെന്ന ആത്മീയ അനുഭൂതിയെ അനുഭവിച്ചറിഞ്ഞപ്പോ 26 കൊല്ലം പല കൈകളിൽ നിന്നും പല ഊത്തിൽ നിന്നും കിട്ടിയത് പലപ്പോഴും ബസിന്റെ പിന്നിൽ നിന്ന് പോകുന്ന കാറ്റിനെ ഓർമ്മിക്കാമെന്നല്ലാതെ ആ ഊത്തുകളിലൊന്നും ആത്മീയത കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആ പാണക്കാട്ടെ തങ്ങളെയാണ് ഈ വഹാബ് സഖാഫി വിമർശിച്ചത്. ഈ പാണക്കാട്ടെ തങ്ങളെ വിമർശിക്കുന്ന ഇത്തരം ആളുകൾക്ക് പേരോട് പറഞ്ഞതുപോലെ പൊരുത്തക്കേടുമല്ലാതെ പിന്നെന്ത് പൊരുത്തമുണ്ടാവാനാ? പണ്ടൊരാളൊരു കഥ പറഞ്ഞിരുന്നു. എന്താ ഈ പിളപ്പിന്റെയൊക്കെ അടിസ്ഥാനം? എവിടെ ചെന്ന് നോക്കിയാലും, ഏത് ബോർഡിൽ നോക്കിയാലും, ഏത് പത്രമെടുത്ത് നോക്കിയാലും, പരസ്യത്തിലായാലും രഹസ്യത്തിലായാലും പ്രചരണത്തിലായാലും പാണക്കാട്ടെ തങ്ങന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. ചില്ലുകൂടാരത്തിൽ അടച്ചിരുന്ന് തന്റെ അനുയായികൾ ഏറെ സ്നേഹിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവർക്കൊരു സ്ഥാനവുമില്ലാതെ കാന്തപുരം ഇങ്ങനെ ഒരു സ്ഥാനവും കേരളത്തിലെ മഹല്ലുകളിൽ ലഭിക്കാതെ പോയപ്പോ ഒരുമിച്ച് കൂടുന്ന സദസ്സ് കണ്ടിട്ട്, ആൾക്കൂട്ടത്തെ കണ്ടിട്ട് വല്ലാതെ മേനിനടിച്ചിട്ട് കാര്യമില്ല. പണ്ട് അബ്ദുൽ നാസർ മഅദനിയും ആൾക്കൂട്ടത്തെ കണ്ട് മേനിനടിച്ചിരുന്നു. അവസാനം അയാൾ കുടുങ്ങിയപ്പോ ഒരു മനുഷ്യനുണ്ടായില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. അന്ന് അദ്ദേഹം അങ്ങനെ ആൾക്കൂട്ടത്തെ കണ്ടിരുന്നു. അതുപോലെ കാന്തപുരത്തിന് ആൾക്കൂട്ടത്തെ കണ്ടപ്പോ ഈ ആൾക്കൂട്ടമാണ് എന്ന് കാന്തപുരത്തിന് ബോധം ഉണ്ടായിട്ടില്ല. കൂടെയുള്ളവർക്കറിയാം ഇതാണ് വലിയ സമൂഹം എന്ന് കൂടെയുള്ളവർ കരുതി. ഈ കാന്തപുരത്തിന് സത്യം അറിയാമായിരുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ മൊത്തം ഭാഗത്തുനിന്ന് വരുന്നത് പോലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്നിട്ടാണ് ഒരു സമ്മേളനം നടത്തുക എന്നറിയാമായിരുന്നു കാന്തപുരത്തിന്. വരുന്നവരെ കാന്തപുരത്തിന് അറിയാലോ, ദൂരെ നോക്കിയാൽ കാണാം. ഇനി മലപ്പുറത്ത് പരിപാടി നടന്നാലും കാസർഗോഡ് ജില്ലയിലെ അങ്ങേയറ്റത്തുള്ള ആളും തിരുവനന്തപുരത്തുള്ള ആളും വന്നാലേ ആ പരിപാടി വിജയിക്കുള്ളൂ. ഈ നാട്ടിൽ തന്നെ അഭിമാനത്തോടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, 6 or 7 സാധനത്തിന് ഇവിടെ കാണിക്കാൻ പറ്റും. ഉണ്ടോ ഈ പരിസരത്ത്? ഉണ്ടോ? ഈ പരിസരത്ത് തന്നെ അത്രയും കുറവാണ്. അതാണ് പണ്ട് നാട്ടിക ഉസ്താദ് പറഞ്ഞത്. പിന്നെന്താ ഈ പറഞ്ഞതുപോലെ 1-2 എല്ലാറ്റിനും ഇറങ്ങി ഇങ്ങനെ അതുമാത്രമായിട്ട് നടക്കുന്നുണ്ടാവും. അവര് ചിലപ്പോ നാട്ടിക ഉസ്താദ് പറഞ്ഞ പോലെ ഒരു നാട്ടിൽ പോയി ഇറങ്ങിയാൽ ചിലപ്പോ ചില ചെറിയ പ്രദേശങ്ങളിൽ 4-5 ഓട്ടോറിക്ഷ ഉണ്ടാവും. അതിങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടാൽ ആദ്യമായിട്ട് അവിടെ പോയ ആൾക്ക് തോന്നുന്നു ഈ നാട് മുഴുവൻ ഓട്ടോറിക്ഷയാണ്. അതുപോലെ ഇവരെ കണ്ടാൽ തോന്നുന്ന അങ്ങനെയാണ്. എല്ലാ പോസ്റ്റിന്റെ പേരിൽ ഇവരൊട്ടിക്കും. ഇവരെ ഒരു നേതാവെന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും മടുക്കുത്തൂത്തി നിൽക്കുകയാണെങ്കിൽ കാലിലും വന്നിട്ട് വേണമെങ്കിൽ ഇവരെ സംഘടനന്റെ പേര് എഴുതും. അത് ശരിയാണ്. അതൊരു വലിയ കഴിവൊന്നുമില്ല. അത് ചെയ്യാൻ ഇവിടെയുള്ള SKSFകാർക്കും വിചാരിച്ചാൽ കഴിയും. പക്ഷേ അത് വേണ്ടെന്നും അത് സംസ്കാരമല്ലെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഇവരുടെ പ്രവർത്തനം. ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഇവര് ഇങ്ങനെ ഉസ്താദിനെ കൊണ്ടു നടന്നിട്ടും ഉസ്താദ് ഒന്നും ആവുന്നില്ല. പലപ്പോഴും പല കാലവും അങ്ങനെ തന്നെയാണ്. പിളർപ്പിന്റെ കാരണം അവിടുന്നാണ്. പാണക്കാട്ടെ തങ്ങന്മാരെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ട് അവരിങ്ങനെ പോവാണ്. പണ്ടൊരു ആളുണ്ടായിരുന്നു, അയാളിങ്ങനെ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിലാണ്, എന്റെ അടുത്ത വീട്ടിലുള്ള ബീരാനാജിയെ പോലെ എന്നെ സമ്പന്നനാക്കി തരണേ റഹ്മാനെ. എല്ലാ ദിവസവും ദുആ ചെയ്യും. ഇയാൾ കൂട്ടുപ്രാർത്ഥനയിലും സലാത്ത് നഗറിലേക്കൊക്കെ നേർച്ചയാക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ, സലാത്ത് നഗറിൽ നിങ്ങൾ ഉദ്ദേശിച്ച, ഇന്നലെ പത്രത്തിൽ കണ്ടു, നിങ്ങൾ ഉദ്ദേശിച്ച സീറ്റ് ലഭിക്കാൻ മിനിയാന്ന് സിറാജിലൊരു പരസ്യമാണ്.
സ്വലാത്ത് നഗറിനെയോ സ്വലാത്തിനെയോ അല്ല ഞാൻ വിമർശിക്കുന്നത്. ആ പരസ്യത്തിലെ വാചകത്തെ ഞാൻ ഇതാ ഇവിടെ ചോദ്യം ചെയ്യാം. അതിന്റെ പരസ്യത്തിന്റെ മേലെ നിങ്ങൾ ഉദ്ദേശിച്ച സീറ്റ് ലഭിക്കാൻ പഠിച്ചു. ഇതെന്തപ്പോ സീറ്റ് കൊടുക്കൽ സ്വലാത്തോ? നിങ്ങൾ ഉദ്ദേശിച്ച സീറ്റ് ലഭിക്കാൻ ഇവിടെ പ്രത്യേക പ്രാർത്ഥന. ഇങ്ങനെ ജനങ്ങളെ ക്ഷണിക്കണോ? ഇങ്ങനെ ദുന്യാവ് പറഞ്ഞുകൊണ്ട് തന്നെ. പണ്ടൊരിക്കൽ ഇതേ നൗഷാദ് ഹസൻ ഒരു ദിവസം ചൂടായി. കാരണം ഞാൻ അവിടെ പോയാൽ ദ്വായിൽ ഇങ്ങനെ കേൾക്കാം. ദ്വായിൽ എല്ലാ രോഗത്തെയും പറയണം. എല്ലാ രോഗവും ഇങ്ങനെ എണ്ണി പറയുന്നത് ഇങ്ങനെ സാധാരണ. അപ്പൊ ഒരു പാലക്കാട് ഒരു പരിപാടി പോകുമ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ സലാത്ത് നഗറിന്റെ സ്റ്റോപ്പാണോ സംശയമുണ്ട് എന്ന്. എന്താ കാരണം എന്ന് വെച്ചു. അല്ല, ഇവിടെ എല്ലാ രോഗവും ബോർഡ് കാണുന്നുണ്ട്. സാധാരണ അവിടെ ഉള്ള പോലത്തെ എല്ലാ രോഗവും, അവിടെ ദ്വായിൽ പറയുന്ന എല്ലാ രോഗവും ഒരു ബോർഡിൽ 10-25 രോഗങ്ങൾ ഏതൊരു ഡോക്ടർ എഴുതി വെച്ചാണ് ഇതുപോലെ തന്നെയുള്ള. അപ്പൊ ഇതാണ് ജനങ്ങളെ ക്ഷണിച്ച് സ്വലാത്തിലേക്ക് കൊണ്ടുവരാൻ കാരണത. ഹബീബിലേക്ക് അടുക്കാനുള്ള വഴിയല്ല, നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള വഴി. ഏത് LKG ഫസ്റ്റ് റാങ്ക് കിട്ടാൻ, UKG ഫസ്റ്റ് റാങ്ക് കിട്ടാൻ അവിടെ പോവാൻ, ഇങ്ങനെയൊക്കെ പോകുന്നൊരവസ്ഥയിലേക്ക് ദുനിയാവിന്റെ മോഹം തന്നെ ജനങ്ങളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി. സീറ്റും വേണം, പരീക്ഷയും ചെയ്യിക്കണം, ഒക്കെ റെഡിയാ. പക്ഷെ അതിനുവേണ്ടി ഒരു സ്വലാത്ത് നടത്തുക, അതിനുവേണ്ടി ഓരോ ഘട്ടങ്ങളിൽ അങ്ങനെയാണ്. ഇനിയിപ്പോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഹോസ്റ്റൽ കിട്ടാൻ, സീറ്റ് കിട്ടിയെന്ന് കരുതുക, അത് തമിഴ്നാട്ടിലാണ് കിട്ടിയതെങ്കിലോ നല്ല ഹോസ്റ്റൽ ആവശ്യമില്ല. അപ്പൊ അടുത്ത സ്വലാത്തിൽ നല്ല ഹോസ്റ്റൽ ലഭിക്കാൻ. ഇനി ഹോസ്റ്റൽ ലഭിച്ചാലോ നല്ല ഫുഡ് ലഭിക്കാൻ. ഇനി ഫുഡ് കിട്ടിയാലോ കൊതുകില്ലാതിരിക്കാൻ. ഇങ്ങനെയൊക്കെ ആവുമോ? ഇതാണോ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആത്മീയത പറയേണ്ടവർ, തിരു ഹബീബിലേക്ക് അടുപ്പിക്കേണ്ടവർ? ഇങ്ങനെയാണോ പണിയെടുക്കേണ്ടത്? അതുകൊണ്ട് ആ ബീരാനാജി ദുആ ചെയ്ത് കുറെ കാലം. അവസാനം അള്ളാഹു അയാൾക്ക് ഫലം കൊടുത്തില്ല. ബീരാനാജി പഴയ ബീരാനാജിയായിട്ട് തന്നെ തുടരുക. അപ്പൊ ഒരു ദിവസം രാവിലെ അയാൾക്ക് തോന്നി, ഇനി ശരിയാവില്ല, ഇന്ന് സമസ്തന്റെ മീറ്റിംഗ് അല്ല, ഞാനോട്ട് പോട്ടെ. മൂപ്പരങ്ങോട്ട് പോയിട്ട് മൂപ്പര് ദുആ ചെയ്തു, പടച്ചോനെ ഇത്രയും കാലം ഞാൻ നിന്നോട് ദുആ ചെയ്തു, അടുത്ത ബീരാനാജിനെ പോലെ എന്നെ ആക്കണമെന്ന് ഞാൻ ദുആ ചെയ്തു ഈ മനുഷ്യൻ. പക്ഷേ ബീരാനാജിയെ പോലെ ആവണമെന്ന് ദുആ ചെയ്തിട്ട് നീ ഇതുവരെ എനിക്ക് ഫലം തന്നില്ല. എന്നാ പിന്നെ ഞാനൊരു സൊല്യൂഷൻ നിന്നോട് വെക്കുകയാണ്. ബീരാനാജിനെ എന്നെപ്പോലെ നീ ഒന്നാക്കി തരുമോ പടച്ചോനെ? അയാൾ ദുആ ചെയ്തത്രേ. അതുപോലെയാണ് കാന്തപുരം. അവസാനം കേരളത്തിലെ എല്ലാ പള്ളിയും എല്ലാ മദ്രസയും എല്ലാ കടകളും ഉദ്ഘാടനം ചെയ്യാൻ പാലക്കാട്ട് തങ്ങന്മാരെ മാത്രം കാണുമ്പോ കാന്തപുരത്തിന് തോന്നി, ഇക്കോലത്ത് പോയാൽ എന്നെ ആരും സ്വീകരിക്കൂലല്ലോ, അപ്പൊ ഞാനൊരു സമസ്ത ഉണ്ടാക്കുക, അത് ലീഗ് വിരുദ്ധമാവുക. അപ്പൊ ലീഗ് വിരുദ്ധരെ കിട്ടുമെന്ന് കരുതിയിട്ടാണ് കാന്തപുരമെന്ന് ഈ സമൂഹത്തെ പിളർത്താൻ രംഗത്ത് വന്നത്. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ അതിന് അയാൾ കൈ വഴിയാക്കി കൊണ്ടു നടന്നു. അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് അയാൾ അതിന്റെ ഒരു ഉപകരണമാക്കി മാറ്റി. റബ്ബേ, അതിനുള്ള ശിക്ഷയൊക്കെ നീ അദ്ദേഹത്തിന് കൊടുത്തേക്കണം റബ്ബേ. കാരണം ഞങ്ങളെ വിലപ്പെട്ട സമയമാണ് അങ്ങനെ ദുരുപയോഗം ചെയ്തത്. അങ്ങനെ ഈ മനുഷ്യൻ മുന്നോട്ട് പോയപ്പോ അവരുടെ അനുയായികൾക്ക് തന്നെ തോന്നി, ഇയാളെ സ്വഭാവമൊക്കെ കണ്ടപ്പോ, ഇയാളെപ്പോലൊരു മനുഷ്യൻ ലോകത്തുണ്ടാവോ? ഇയാളെപ്പോലത്തെ ഒരാളുണ്ടാവോ? ആരാത് പറയാൻ പറ്റിയ ആള്? നല്ല പണ്ട് മൂപ്പര് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ MP ആവുന്നു. മൂപ്പരെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ മന്ത്രിയാവുന്നു പറഞ്ഞു. അങ്ങനെ പലതും പറഞ്ഞിട്ടും ഈ അടുത്ത കാലത്തായിട്ട് ആ പറഞ്ഞതിന് ശേഷം അയാൾ ഒന്നും ആവാറില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറച്ച് നേതാക്കളുണ്ട്, അവര് പറഞ്ഞ വാക്കുകളെ പറയുന്നത്. നിങ്ങൾ മന്ത്രിയാവും, MLA ആവും, MP ആവും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് മൂപ്പര് തോറ്റെന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തായിരുന്നു. ആ നിലയിൽ തോറ്റ ഒരു കർണാടകയിലെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, CM ഇബ്രാഹിം. അയാൾ പറയട്ടെ. 10 മറ്റവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പള്ളിന്റെ സ്ഥലമെതിയാന്ന് അറിയാണ്ട് ശിലാസ്ഥാപനം ചെയ്ത് ഒരു തങ്ങളോടും വൈകാതെ കൂടി ഇത്ര ചെയ്ത് ഇന്നത്തെ ഒരാളെ നിങ്ങളെടുത്ത് കേൾക്കാൻ പറ്റുമോ? വെറുതെ പറഞ്ഞത് കഴുതകളാണ്. തക്ബീറും ചൊല്ലിയും എന്താ ചോദിച്ചത്? പള്ളിന്റെ സ്ഥലം പോലും പറയാതെ, ഒരു അഡ്രസ്സും തരാതെ ഒരു മൊയ്ലിയാര് വന്നിട്ട് പിരിവ് നടത്തിയിട്ട് ഇത്രത്തോളം ആക്കിയില്ലേ? എത്രത്തോളം ആക്കിയത്? ശൂന്യാകാശത്ത് ശിലാസ്ഥാപനം നടത്തിയിട്ടാണ് പ്രസംഗം നടക്കുന്നത്. അവിടുന്നാണത്. ശൂന്യാകാശത്ത് ഒരു ശിലാസ്ഥാപനം ഞാൻ പറയാറില്ലേ? കോഴിക്കോട് പള്ളിക്ക് വേണ്ടി ഇവർ ശിലാസ്ഥാപനം നടത്തി. എവിടെയാ നടത്തിയത്? സ്റ്റേജിന്റെ മേലെ 40 കട്ട കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടുക്കി വെച്ചു. അതിനെയാണ് ഇയാൾ ചോദിച്ചത്, ഇത്രയും പിരിവ് നടത്തിയിട്ട് ഈ കോലത്തിൽ 40 കട്ടയെ അടുക്കി വെച്ചിട്ട് ഒരു പണ്ഡിതൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പണ്ഡിതനെ വേറെ കാണുമോ? കാരണം എന്താ? അതിന്റെ കാരണം അയാൾ ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ ഇയാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചത്, ഇങ്ങനത്തെ ഒരാൾ നിങ്ങൾ വേറെ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഇനി അത് എങ്ങനത്തെ ആളാ നമുക്ക് ശരിക്കും കാണാം. കണ്ടോളൂ, അയാൾ പിരിവ് നടത്തുന്ന കണ്ടോളൂ.
12. കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം വകയിലും മാതാപിതാക്കളും മക്കളുമാരും ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, ആ സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ 1 നും 2 നുമൊക്കെ തരുന്നവർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങളും പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ സാധുക്കൾ, വളരെ സാധുക്കൾ ഉണ്ടല്ലേ ഇവര് പറഞ്ഞത്? സാധുക്കള് ഒന്നുകൂടി കൂട്ടായിരുന്നു, പൊട്ടന്മാര്. ഇത്രയും പൈസ വരെ എനിക്ക് കൊണ്ടു തന്നില്ലേ എന്ന് പറഞ്ഞ കാര്യമാണ് അവസാനം. സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തോടെ ലോക മുസ്ലിങ്ങൾ ഐക്യം അവിടെ വേണ്ട. അക്കാര്യത്തിൽ ലോക മുസ്ലിം ഐക്യത്തോടെ വേറെ പലതും ചെയ്യുന്നുണ്ട്. അല്ലാഹ് ആ പള്ളി നിലവിൽ വരും. കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞതാ? ആ പള്ളി നിലവിൽ വരും. ഇതേ മനുഷ്യൻ മാതൃഭൂമിക്കാരനോട് എന്താ പറഞ്ഞത്? ആ പള്ളിയോ? പള്ളി? ഇത് കേട്ടിട്ടാ മാതൃഭൂമിക്കാരൻ ചോദിച്ചു, ഉസ്താദെ നമ്മളെ പള്ളി എവിടെ? അപ്പൊ മാതൃഭൂമിക്കാരനോട് എന്താ പറഞ്ഞത്? ഷഹർ മുബാറക്കിന്റെ പേരിൽ ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഒരു പള്ളിയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയും കൂടി പറയുന്നത് കേട്ടോളൂ. അല്ലാഹു അവരുടെ തൗഫീഖ് നൽകട്ടെ. നിങ്ങളിൽ ആരെങ്കിലും അതിനു വേണ്ടി കൂപ്പൺ വാങ്ങാൻ ഉദ്ദേശിച്ച് വന്നവരുണ്ടെങ്കിൽ ദൂരെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തവർക്ക് വേണ്ടി കൂപ്പണുമായി നിങ്ങളെടുക്കലെത്തും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്തവർക്ക് എന്താ പറഞ്ഞത്? പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആളായി പറയുന്നത്. ദൂരെയുള്ളവർ, നേരത്തെ മജീദ് വന്നതുപോലെ വരാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ബാക്കിലേക്ക് വരുന്നുണ്ടെന്ന് കൂപ്പണായിട്ട്. ഇല്ലാത്തവർക്ക് ഇവിടെ സ്റ്റേജിൽ അവസരമുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ. ഇങ്ങനെ പ്രസംഗിച്ച് കരഞ്ഞു പറഞ്ഞവർ മാതൃഭൂമിക്കാരനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? മാതൃഭൂമിക്കാരനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഒരു പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ലോകത്ത് കാണാൻ പറ്റുമെങ്കിൽ, ഇത്ര പച്ചക്ക് കള് പറയുന്ന ഒരാളെ കാണാൻ പറ്റുമെങ്കിൽ, അയാളെ എങ്ങനെയാ സമസ്തന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയാൻ പറ്റുക? അയാളെങ്ങനെയാ സമസ്തന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയാൻ പറ്റുക? ഇത്രമേൽ കളവ് പറയുന്ന ആള്. ഇത്ര കളവുകളാ ഒരുപാടുണ്ട്. ഞാൻ ചുരുക്കാണ്. ഒരു കാലഘട്ടത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മുടി കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് SKSSFന്റെ പ്രതിനിധികൾ ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിൽ മുടി കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നിട്ട് ആ മുടി ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ അത് പ്രദർശിപ്പിക്കുകയും മറ്റും ചെയ്തു. അത് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും ബോംബെയിലേക്ക് പോയി. ഞാനും പോയി, നേരത്തെ സൂചിപ്പിച്ച നൌഷാദ് ഹസനും പോയി. ഞാൻ ആദ്യം അന്നാണ് പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് SKSSFന്റെ ആളുകൾ വന്ന് പറഞ്ഞത്? അന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നത്, അന്ന് ഞങ്ങളോട് ജാലിയാവാല പറഞ്ഞു തന്നത്, കേരളത്തിൽ കൊണ്ടുപോയിട്ട് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഒരു ഓഫീസുണ്ട്, അവിടെ വെക്കാന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഇത് ഞങ്ങൾ കാന്തപുരത്തിന് അതുപോലെ പറഞ്ഞു കൊടുത്തു. പക്ഷെ കാന്തപുരല്ലേ സത്യം പറഞ്ഞു കൊടുത്താൽ മൂപ്പര് കളവല്ലേ പറയുള്ളൂ. ഞങ്ങളാണ് പോയത്, മൂപ്പര് പോയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞങ്ങളാ പോയത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാനുണ്ടായിരുന്നു, നൌഷാദ് ഹസൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അന്ന് ഫോണിൽ ബോംബെയിൽ നിന്ന് തന്നെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഹസന്റെ കയ്യിൽ കൊടുത്തിട്ട് ഹസനി പറഞ്ഞു, ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇസ്ലാമിക് സെന്ററിൽ നിന്നാണ്. പക്ഷെ മൂപ്പര് പ്രസംഗിക്കുന്ന കേട്ടോളൂ. ഞങ്ങൾ ചെന്നാൽ ദാറുൽഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങൾ കുപ്പയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുപ്പയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളുടെ പേരുകൾ എഴുതും, എന്നിട്ട് ഖിയാമത്തിനോടുകൂടി നിങ്ങൾക്ക് ദുആ കിട്ടും. അതേ പച്ചക്കള്ളം, പച്ചക്കള്ളം, പച്ചക്കള്ളം. ഇതുപോലെ കളവ് പറയുന്നൊരു പണ്ഡിതൻ
ഓർത്തു നോക്കൂ നിങ്ങൾ. ഇങ്ങനെ നമ്മളെ പള്ളിയില് നമ്മളെ മുന്നിൽ നിന്ന് നമ്മളെ ഇമാമ്, പള്ളിയിലെ ഇമാമ് പച്ചക്കള്ളം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? കമ്മിറ്റി യോഗം ചേരും, എന്നിട്ട് നല്ലൊരു ഇന്നോവ വിളിക്കും, എന്നിട്ട് ഉസ്താദിനോട് പറയും ഇതുവരെയുള്ള ശമ്പളമൊക്കെ ഇതാ പിടിച്ചോളൂ ഉസ്താദെ, നിങ്ങളെ കെട്ടൊക്കെ വണ്ടിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്, നാട്ടിലിതാ നിങ്ങൾ പറഞ്ഞുവിടുമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പറഞ്ഞേക്കും. ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല, ഇത് എത്ര കളവുകൾ മനുഷ്യൻ പറഞ്ഞു. പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, രണ്ടാമത് ഇത് പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ പറയും ഇത് രാമന്തലി വെറുതെ കളവ് പറയാം, അങ്ങനെ തന്നെ അവര് പറഞ്ഞത്. എന്നാ പോട്ടെ, ഇയാൾക്ക് വേണ്ടി സംവാദവും വാദപ്രതിവാദവും ഇപ്പൊ വന്ന ആളുടെ കൂടെ നിന്നിട്ട് എല്ലാ പണികളിലും എടുത്ത നൗഷാദ് ഹസനി ബാക്കി പറയട്ടെ. ബോംബെയിലുള്ള ഒരാളെ കൂട്ടി ഇവര് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ വെച്ച് ബറക്കത്തെടുക്കാനാണ്, അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ്, അതുകൊണ്ട് നിങ്ങളെ ഷഹർ മുബാറക്കിൽ നിന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിഷ്കളങ്കനായ മനുഷ്യനാണ്. ആ സാധു എങ്ങനെയുണ്ട്? ആ സാധു ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. എങ്ങനെയുണ്ട്? ഇപ്പൊ കാന്തപുരം പറഞ്ഞതാണോ മൂപ്പര് പറഞ്ഞത്? ഇത് ഞങ്ങൾ ബോംബെയിൽ പോയി വന്ന് ഈ മലപ്പുറം ജില്ലയിൽ കാലുകുത്തിയ അന്ന് മലപ്പുറത്ത് താഹിർ സക്കാഫിയെ പൂട്ടിയിട്ട അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗമാണിത്. കേട്ടു നോക്കൂ. കാന്തപുരം പറഞ്ഞത് കളവാണെന്ന് തെളിയുന്ന മറ്റൊന്ന്. ഇങ്ങനെ എത്ര കളവുകൾ. ഇയാൾക്ക് മുടി കിട്ടിയത് രണ്ട് ഭാഗത്ത് നടന്നു. ഒന്ന് മെയ്ഡ് ഇൻ ചൈന ബൈ ബോംബെ, മറ്റൊന്ന് മെയ്ഡ് ഇൻ അബുദാബി. ഇങ്ങനെ രണ്ട് സ്ഥലത്തു നിന്നാണ് മൂപ്പർക്ക് മുടി കിട്ടിയത്. എന്നാൽ മെയ്ഡ് ഇൻ അബുദാബി മുടിയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തോട് ഉണ്ണി ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അബുദാബിയിൽ നിന്ന് കിട്ടിയ മുടി കിട്ടി എന്ന് പറയുമ്പോ ഈ മുടി കിട്ടിയത് അബുദാബിയിലെ ഹസ്രജിയിൽ നിന്നാണെന്ന് പറയുന്നു. ഹസ്രജിയുടെ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലൂടെയാണ് കിട്ടിയതെന്നും പറയുന്നു എന്ന് പറഞ്ഞപ്പം കാന്തപുരം അതിന് ഒപ്പോസ് ചെയ്തിട്ട് കാന്തപുരം മറുപടി പറയാണ്, അല്ല, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലല്ല കിട്ടിയത്, അല്ല. എന്നിട്ട് സംഘത്തിന്റെ ഒരു ഭാഗത്തിന്റെ എന്ത് മദീനയിൽ നിന്നാണ് കിട്ടിയത്. മദീനയിൽ എല്ലാറ്റിന്റെയും കേന്ദ്രം. പച്ചക്കള്ള പറയുന്നു, മദീനയിൽ നിന്നാണ് കിട്ടിയത്. ഇയാൾ തന്നെ പറയുന്നുണ്ട് പല പ്രസംഗങ്ങളിലും, ഹജ്ജത്തുൽ വിദായിൽ മുടി കളഞ്ഞു കൊടുത്തു. അത് മദീന സമസ്തന്റെ സെക്രട്ടറിയാണ് അത്ര അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലൂടെയാണോ അല്ലേ എന്ന വൈരുദ്ധ്യവാദങ്ങൾ, പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ, ഒന്ന് സത്യം മറ്റൊന്ന് കളവ്, ഒന്ന് കളവ് മറ്റൊന്ന് സത്യം, ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന കാന്തപുരത്തിന്റെ ഒരു പ്രഭാഷണം കേട്ടോളൂ. ദേശത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹമ്മദ് ഖസ്റജി, അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു. കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ പരമ്പരയിലൂടെ ലഭിച്ചിട്ടുള്ളതും എന്റെ പിതാവിന്റെ കാലത്ത് തന്നെ അത് എന്റെ വീട്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളതുമാണ് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ SSFകാരോട് ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞോ ഇല്ലേ? അങ്ങനെ പറഞ്ഞോ ഇല്ലേ? നിങ്ങൾ ഉസ്താദ് പറയുന്നത് അംഗീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ ഞാൻ കൊണ്ടുവരും. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മളെ നേതാവാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മളെ നേതാവ് ഇങ്ങനെയല്ലോ. എന്റെ പഴയകാല നേതാവാണ്, ഇയാളെ പറ്റാത്തോണ്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ അങ്ങനെ ആവുമോ? ഒരിക്കലും ആവൂല. പക്ഷെ നമ്മൾ സങ്കല്പിക്കാം. സങ്കല്പിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഇത് നമ്മളെ നേതാവാണ് ഈ പറഞ്ഞതെങ്കിൽ നമ്മളിത് അംഗീകരിക്കില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പറയാണ് അതിന്റെ നേരെ എതിര്. എന്നാ നമ്മൾ എന്താ ചെയ്യാ? അയാൾ അംഗീകരിക്കുക? ഈ രോഗമുള്ള മനുഷ്യനെ നമ്മൾ എന്തു ചെയ്യും? നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തും. എന്നാൽ കാന്തപുരം തന്നെ പറയട്ടെ ബാക്കി. അടുത്ത മറ്റു അൻസാറുകളുടെ തലവനായി ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്ന ഷെയ്ഖ് അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്റജി അവർകൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പിതാക്കന്മാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷഹർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കത്തിന്റെ ജനലക്ഷങ്ങൾ സമ്മേളിച്ച സദസ്സിൽ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പിതാവിന്റെ ഒന്നുകൂടി കേട്ടോളൂ. പിതാവ് അൻസാറുകളുടെ തലവനായി ഇന്ന് സിൽസിലയിലൂടെ
ലഭിച്ചിട്ടുള്ള ഷേറുമാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷേർ മുബാറക്കിൽ നിന്ന് ഒരു കഷ്ണം മർക്കസിന്റെ അവർകൾ അദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെയും ശരിയായ തരീഖത്ത് സിൽസിലയിലൂടെ ലഭിച്ചിട്ടുള്ള ഷേർ മുബാറക്. ഇങ്ങനെ നേരത്തെ പറഞ്ഞത് പിതാവിന്റെ വഴിയല്ല, ഇപ്പൊ വന്നത് പിതാവിന്റെ വഴിയാണ്. ഇങ്ങനെ പറയുന്ന ആൾ അത് നേതാവാണെന്ന് പറയാൻ നാളെ കൂട്ടുക. നിങ്ങൾക്ക് രാജിവെച്ച് പോയിക്കൂടെ? ഇങ്ങോട്ട് വരണ്ട, സ്വസ്ഥായി പള്ളിയിലിരുന്ന് ദിക്റല്ലിക്കോളൂ. എന്നാലും ഈ മനുഷ്യൻ നേതാവാണെന്ന് പറഞ്ഞു നടക്കാൻ നാണില്ലേ നിങ്ങൾക്ക്? എന്താ അങ്ങനെ ആയിപ്പോയത്? നിങ്ങള് അല്പം ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചുകൂടെ? ഈ കാലഘട്ടത്തിൽ എല്ലാ മീഡിയകളും ജീവിക്കുന്ന തെളിവുകൾ മുന്നിലിട്ടുള്ളപ്പോ ഇതിന് വേറെ എവിടെയും പോണ്ടല്ലോ. ഇതൊക്കെ സീഡിയും ഇതിന്റെ ഒറിജിനലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ? ഇത് മർക്കസ് ഔദ്യോഗികമായി ഇറക്കിയ സീഡിയാണ് ഇപ്പൊ അവസാനം കേട്ടത്. ആ സീഡിയിലുള്ള ഭാഗമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ബോംബെയിൽ നിന്ന് മുടി കിട്ടിയപ്പോ ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. എന്താ പറഞ്ഞത്? ജാലിയവാല നമ്മളെ ഉസ്താദിന്റെ ശൈഖാണ്. അല്ലാത്ത ശൈഖ, ഉസ്താദിന്റെ മുറബിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആൾ അവസാനം പേരോടിന് തോന്നി ഇത് ശരിയില്ല. അപ്പൊ പേരോട് ഈ അടുത്ത് ഒരു പുതിയ നാടകം സംഘടിപ്പിച്ചു. പേരോട് തന്നെ ഉണ്ടാക്കിയ ചോദ്യം, പേരോട് തന്നെ കൊണ്ടുവന്ന ചോദ്യകർത്താവ്, എന്നിട്ട് പേരോട് മറുപടി പറയാ, പേരോട് തന്നെ നാറുക. അതിന് പിന്നെ മൂപ്പരല്ലാതെ ലോകത്ത് വേറെ ആരും കിട്ടൂല. അതുകൊണ്ട് പേരോട് പറയട്ടെ. 18 കാന്തപുരം ഉസ്താദ് ജാലിയൻവാലയെ ഒരു പ്രഭാഷണത്തിൽ വലിയാണെന്ന് പരാമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഒരാളെ കൊണ്ട് വലിയാണെന്ന് പറയാമോ? ജാലിയൻവാലയെ അവിടെ ആൾക്കാരൊക്കെ ഒലീന വിളിക്കുക. ആണ് കാന്തപുരം ഉസ്താദ് ആ പേര് പറയുമ്പോ പറഞ്ഞു. അത് ഞാൻ പറയല്ല, അത് ഇവരെ നേതാവ് എന്ന് പറയുന്നത് കേൾപ്പിച്ചേ. അപ്പോ ജാലിയവാലിനെ കുറെ ഉണ്ടല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ജാലിയവാലിനെ വലിയെന്ന് അവര് വിളിക്കുന്ന കേട്ടു. ആ നാട്ടുകാരങ്ങനെ വിളിക്കാറില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേരുണ്ട്, അതുകൊണ്ട് വിളിപ്പേരെന്ന് പറയുന്നത്. ആ നാട്ടുകാർ വിളിക്കാറില്ല. ആ വ്യക്തിയെ ആ നാട്ടുകാരിൽ നിന്ന് അവിടെയുള്ള വിസിറ്റിംഗ് കാർഡിൽ നിന്നോ മറ്റോ കിട്ടിയ പേര് ഇവിടെ പലരിടത്തും എത്തിയപ്പോ പകരാസിനെ പോലുള്ള ആളുകൾ അത് വലിയും ഷെയ്ഖാക്കി. കാന്തപുരം അതിന് സമ്മതം കൊടുത്തു. കാരണം മുടി തന്നയാൾ ഷെയ്ഖായിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ കാന്തപുരത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അങ്ങനെയാണ് ഈ നിലയിലേക്ക് കാന്തപുരത്തിന്റെ ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഇത് പറഞ്ഞപ്പോ പേരോട് ആകെ കുടുങ്ങിയിട്ട് ലാസ്റ്റ് എന്തായാലും പറയുന്ന പേരോട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ നമ്മൾ ഷെയ്ഖ് എന്ന് വിളിക്കില്ല. അതുപോലെയാണ്, അത്രേ ഉള്ളൂ. മൂപ്പര് ഷെയ്ഖായിട്ടല്ലല്ലോ ആ പേര്, അത് പേരിലുള്ളല്ലേ. അങ്ങനെ അല്ല പറഞ്ഞത്, പേരോട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ചോദ്യകർത്താവ് പേരോട് തന്നെ വിവരക്കേട് പറഞ്ഞുണ്ടാക്കിയിട്ട് പേരോട് തന്നെ ഉപചോദ്യം പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത ചോദ്യം കേട്ടോളൂ. 19. പിന്നെ അപ്പോൾ മുർഷിദാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഇനി ആരോ ഇക്ബാൽ വലിയത് കേട്ടപ്പോ മുർഷിദ് എന്ന് പറഞ്ഞു പോയവരുണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കാതെ പറഞ്ഞായിരിക്കും. കാന്തപുരം ഉസ്താദ് എന്റെ മുർഷിദായ കാന്തപുരം ഉസ്താദ് എന്റെ മുർഷിദായ ആളാണ് ഇയാളെന്ന് പറഞ്ഞിട്ടില്ല. അതെന്തിനാ കാന്തപുരം ഉസ്താദ് പറയുന്നത്? അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് അങ്ങനെ പറയോ? കാന്തപുരം ഉസ്താദിനെ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ പറയാൻ. കാന്തപുരം ഉസ്താദ് പറഞ്ഞു അല്ലാഹ് എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് കാന്തപുരം ഉസ്താദ് അല്ലല്ലോ പറയാ. കാന്തപുരം ഉസ്താദ് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ലേ? ആരെ ഏൽപ്പിച്ചത്? സത്യം കാണാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ച പകരാസിനെ ഏൽപ്പിച്ചിട്ടില്ലേ? അയാളല്ലേ പറഞ്ഞത് നമ്മൾ ഉസ്താദിന്റെ ശൈഖാണ്, ഉസ്താദിന്റെ ശൈഖായ അല്ലെങ്കിൽ ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഉസ്താദിന് മുടി കൈമാറി എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലും പറഞ്ഞത് അദ്ദേഹല്ലേ. നമുക്ക് പകരം കേൾക്കാം. അദ്ദേഹം സനത് വായിക്കുകയാണ് പകരം. അതിന്റെ അവസാനത്തെ ഒരു 3-4 ആളെ മാത്രം മതി. കേട്ടില്ലേ? അബ്ദുൽ ഖാദർ ജീലാനി എന്ന സയ്യിദിന് കൊടുത്തു. ഇത് ഞാൻ പറയുന്ന ആളാ സ്ഥിരം. അതാരാന്ന് ഞാൻ വിശദീകരിച്ചു തരാം, ബാക്കി കേട്ടോ.
ആരാ പറഞ്ഞത്? അവിടുത്തെ ശിഷ്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്തു. വലിയല്ലെങ്കിൽ മുർഷിദല്ലെങ്കിൽ കിതാബ് ഓതി കൊടുക്കാനുള്ള യോഗ്യതയുള്ള പണ്ഡിതനാണോ? പറയണം പേരോടെ. അറിയാത്ത ആള് പറഞ്ഞതാണോ? അറിയാത്ത ആളാ ഇത്? നിങ്ങളെക്കാളും അധികം കുട്ടികളുള്ള ദർശ നടത്തുന്ന ആളാണ്. അറിയാത്ത ആളാണോ? മാതിഹേ കാന്തപുരം എന്ന് വിളിക്കാൻ പറ്റുന്ന ആളാണ് ഇയാള്. കാന്തപുരത്തിന്റെ മദ്ഹ് പറയാനായിട്ട് ജനിച്ചതെന്ന് പോലും തോന്നിപ്പോകുന്ന ആ വ്യക്തി, ആ മനുഷ്യനാണ് എന്ത് പറഞ്ഞത്? അള്ളാഹു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ AP ഉസ്താദിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ്. ഈ വ്യക്തിയെ പറഞ്ഞത് ഉസ്താദ് ജാലിയാവാലയുടെ ശിഷ്യനാണെന്ന്. പേരോടെ ഇങ്ങനെ പോയാൽ ഇയാൾ നിങ്ങളെ വിടുവോ? വരട്ടെ, അയാൾ അടുത്ത് ബാക്കി പറയുന്നുണ്ട്, ബാക്കി കൂടി കേട്ടോളൂ. ഇങ്ങനെ പേരോട് കുടുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഒന്നിലേറെയും എവിടെ ബഹുമാനപ്പെട്ട ഒന്നല്ല, 200 300 ഒന്നിലധികമുണ്ട്. പക്ഷെ മൂപ്പര് പറഞ്ഞതും തെറ്റാണ്. 200 300 5000 മേലെ ഉണ്ടെന്നാണ് പ്രഥമദൃഷ്ട്യാ മനസ്സിലാവുക. പിന്നെ കുറെ അടുത്ത് കഴിഞ്ഞാൽ അത് 5000 ഇരട്ടികളാവുമെന്നാണ് ഉസ്താദെ മനസ്സിലാവുന്നത്. വരട്ടെ, ഒന്നിലേറെയും എവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടാറുണ്ടവർ ഉസ്താദ് അവിടെ ബന്ധപ്പെടാറുണ്ട്. ഇല്ല, പച്ചക്കള്ളമാ പറയുന്നത്. അവർക്ക് നേരത്തെ എല്ലാ വർഷവും ഉസ്താദ് നേർച്ച നടക്കാറില്ല ഉസ്താദേ. ഉസ്താദ് ആ സയ്യിദന്മാരോട് പലപ്പോഴും എനിക്ക് ആ സയ്യിദല്ല, അവിടെ അങ്ങനെ ഒരു സയ്യിദില്ല, ഇല്ല ഇല്ല എന്ന അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞു തരും. ഒരു മുടിയെങ്കിലും തരുമോ എന്ന് പലപ്പോഴും കേണപേക്ഷിക്കാറുണ്ട്. പക്ഷേ കേണപേക്ഷിച്ചിട്ടുണ്ടാവാം, കച്ചവടം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നെക്കാൾ വലിയ കച്ചവടക്കാരൻ ഇയാളായി മാറുമെന്ന്. അതുകൊണ്ടന്ന് കൊടുത്തിട്ടുമുണ്ടാവില്ല. പിന്നെ എന്തായത് എന്നുള്ളത് പകരം പറയുക. അവസാനം 4 വർഷം മുമ്പ് 2 ഷാഹിദുമാർ ഉസ്താദേ 3 കൊടുത്തിട്ടുണ്ട്, 2 നിങ്ങൾക്ക് തോന്നിയതാ. 2 മർക്കസിലുള്ളൂവെങ്കിലും അബൂദാബിയിൽ ഒരു ശൈഖിന് വേണ്ടി അബൂദാബിയിലേക്ക് ഹസ്രജിക്കല്ല മറ്റൊരാൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഉസ്താദേ. ബാക്കി പറയൂ. മർഹറ ഷരീഫ് എവിടെയാ സുഹൃത്തേ? മർഹറ ഷരീഫ് ബോംബെയിലല്ല. ജാലിയാവാലക്ക് മർഹറ ഷരീഫ് അറിയില്ല. മർഹറ ഷരീഫുമായി യാതൊരു ബന്ധവും ജാലിയക്കില്ല. എന്നിട്ടും പച്ചക്കള്ളം പറയുന്നു. കാന്തപുരത്തിന്റെ മാതിഹ് ഇയാൾ പറയുന്നത് സത്യമാണെന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട SSFകാരാ ഓർത്തോളൂ. ബാക്കി പറയട്ടെ. മുഹമ്മദ് ജാലിയാവാല എന്ന അവിടുത്തെ സയ്യിദാണ് കൊടുത്തത്. പച്ചക്കള്ളം അയാൾ സയ്യിദല്ല, ഒരിക്കലും സയ്യിദല്ലെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. കൊടുക്കുമ്പോൾ 2 സാക്ഷികളെ നിർത്തിയാണ് കൊടുത്തത്. ആ 2 സാക്ഷി കൊടുക്കുമ്പോൾ 2 സാക്ഷി നിർത്താൻ നേരിട്ട് കൊടുത്തിട്ടില്ല ഉസ്താദേ. അത് കൊടുത്തത് ആരിഫറക്കാത്തിക്കാണ് ഉസ്താദേ. ജീവിച്ചിരിപ്പുണ്ട്, അവരും ഉറുദുക്കാരാണ്. ആരിഫറക്കാത്തിക്ക് കൊടുത്തപ്പോഴുള്ള 2 ആളുകൾ ഉറുദുക്കാർ തന്നെ സാക്ഷികൾ. പക്ഷേ അവര് പണ്ഡിതന്മാരൊന്നല്ലട്ടോ. അത് കാന്തപുരത്തിന് കൊടുത്തതുമല്ല, വർഷങ്ങൾക്ക് ശേഷമാ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് വന്നത്. നല്ല മനുഷ്യന്മാരാണ്. ഇന്നുമായൊരു ബന്ധവും അവർക്കില്ല. ബോംബെയിലെ നാടൻ കച്ചവടക്കാരാണ്. ആ 2 പേരെ സാക്ഷി നിർത്തി. സാക്ഷിപത്രം കൊടുത്തിട്ട് സനദം കൊടുത്തിട്ട് ആ സനത് കൊടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ സനദിന്റെ കഥയാ ഞാൻ പറഞ്ഞത്. അപ്പ കൊടുത്തതല്ല സനത്, പിന്നെ കൊടുത്തതാണ്. അത് അവിടുന്ന് കൊടുത്തതുമല്ല, മറ്റൊരു സ്ഥലത്തുനിന്ന് കൊടുത്തതാണ്. വ്യാജമായി ഉണ്ടാക്കിയതാണ്. നേരത്തെ പറഞ്ഞ മറ്റൊരാളുടെ പേരിലുണ്ടാക്കിയതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പച്ചക്കള്ളം ഒരു പ്രസംഗത്തിൽ മാത്രം എത്ര കള്ളപ്പ പറഞ്ഞു നിങ്ങൾ കേട്ടു. ഇയാളൊക്കെ ഒരു 2 മണിക്കൂർ പ്രസംഗിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പച്ചക്കള്ളം. ഈ കള്ളം കേൾക്കാൻ ഈ ഒരു സമൂഹത്തെ കിട്ടിപ്പോയവർക്ക്. എന്റെ സമൂഹത്തിൽ ഇയാളുടെ കൂടെ ഇരിക്കുന്ന പ്രവർത്തകരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണമില്ലേ ഇയാളുടെ കൂടെ ഇരിക്കാൻ? ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഈ ഒരു കൗമിന്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഈ മുടിയുടെ അവസ്ഥ നിങ്ങൾക്കറിയോ? നേരത്തെ ഞാൻ വിശദീകരിക്കേണ്ടത് പിന്നെയാണ്. നേരത്തെ തന്നെ പറഞ്ഞു, മറ്റൊരാൾ വന്നതുകൊണ്ട്. ആ മുടി ആർക്കൊക്കെ കിട്ടാന്നുള്ളതിൽ എനിക്ക് കിട്ടി, ജിഷാന് കിട്ടി, ഹമീദ് ബസിക്കും കിട്ടി. പിന്നെ കേരളത്തിൽ കിട്ടിയ വേറെയും ആളുകളുണ്ട്. അത് ഞാൻ പറയാൻ സമയമായിട്ടില്ല. ഇതുപോലുള്ള വെല്ലുവിളികൾ വരട്ടെ, അപ്പോ അത്തരം സ്ഥലങ്ങളിൽ വെച്ച് പറയും.
ഒരു സ്ഥലത്ത് ഈ മുടി മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ മുടിയുമുണ്ട്, മറ്റൊന്ന് ഷേഖ് ജീലാനി തങ്ങളുടെ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ജാലിയൻവാല, കേരളത്തിൽ തന്നെ. അത് കേട്ട കാന്തപുരം ഞെട്ടും, മകനും ഞെട്ടും, ഇപ്പോൾ വന്നവരും ഞെട്ടും, കേരളം മൊത്തം ഞെട്ടും. അങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ട്. സമയമായിട്ടില്ല, ഞാൻ ആവശ്യമുള്ളപ്പോൾ തുറക്കുന്നത്. ഈ മുടി പിന്നെ ആർക്കാ കൊടുത്തത്? ഇതുപോലെ വിതരണം ചെയ്യുന്ന മേഡ് ഇൻ അബുദാബി കൊടുത്തത് ആർക്കാണെന്ന് നമുക്കത് കാണാം. നഫീസത്താത്താക്ക്. കണ്ടില്ലേ? അതല്ല. ഓക്കെ ഓക്കെ. അയാൾ ആ പച്ച ഡ്രസ് ഇട്ട ലീഗിന്റെ സ്ഥാനാർത്ഥിയൊന്നുമല്ല അത് നല്ലൊരാളാണ്. ആ വസ്ത്രധാരനെന്ന് കണ്ട് ആരും വഞ്ചിതരാവണ്ട. അതാരാണെന്ന് മറ്റു ചില ഫോട്ടോകളിലൂടെ കാണാൻ പറ്റും. അത് ഈ വേദിയിൽ ഇപ്പൊ തൽക്കാലം കൊടുക്കുന്നില്ല, കാണിക്കുന്നില്ല. അപ്പൊ മൂപ്പര് എന്താ ചെയ്യുന്നത്? ഹോൾസെയിൽ വിതരണം തന്നെ. മുടി കൊടുത്തയച്ചതിന്റെ അവസ്ഥയായി പറയുന്നത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ശക്തമായ വെല്ലുവിളി ഉയർത്തി. ഞങ്ങൾ അപ്പുറത്തുള്ള സമയത്തൊക്കെ വെല്ലുവിളിച്ചിട്ട് ചോദിക്കും, നമ്മുടെ പണ്ഡിതന്മാർ ഈ ഭാഗത്തുനിന്ന് കത്തിച്ചാൽ എന്താ പ്രശ്നം? അപ്പൊ ചൂടാവും, പേരോടും എല്ലാവരും ചൂടാവും. കാന്തപുരം എന്താ പറഞ്ഞ? കത്തിച്ചാൽ കത്തില്ല, പക്ഷേ കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കാന്തപുരം പത്രസമ്മേളനം വരെ നടത്തി. പേരോടിനോട് ചോദിച്ചു പണ്ട്, അതുപോലെ നൗഷാദ് ഹസനിയോടും അത്തരക്കാരോടൊക്കെ ചോദിച്ചു, എന്താ ഒന്ന് കത്തിച്ച് പരിശോധിച്ച് ഈ ജനങ്ങളുടെ സംശയം തീർത്താൽ എന്താ പ്രശ്നം? അന്ന് പറഞ്ഞു, ഈമാൻ നഷ്ടപ്പെടുന്ന പണിയാണ്, ആക്കിബത്ത് നഷ്ടപ്പെടുന്ന പണിയാണ് എന്നൊക്കെ പറഞ്ഞു കത്തിക്കുന്നതിനെ പറ്റി. എന്നാൽ പേരോട് തന്നെ ഉണ്ടാക്കിയ ചോദ്യകർത്താവും ചോദ്യം ഒന്ന് കേട്ടോളൂ. 24 തിരികേശം കത്തിച്ചു പരീക്ഷണം നടത്താൻ പാടില്ലെന്നാണല്ലോ സുന്നിയപക്ഷം. പക്ഷേ നസീം റിയാൽ എന്ന കിതാബിൽ കത്തിച്ച സംഭവമുണ്ടല്ലോ, എന്താണ് വിശദീകരണം? കത്തിച്ചു പരിശോധിച്ചതല്ല, ഔലിയാക്കളായ മഹാന്മാർ. ഇത് പേരോട് 1 മാസം മുമ്പ് പറഞ്ഞു കേട്ടോ. വേറെ വൈരുദ്ധ്യങ്ങൾ കാണാം. പണ്ടത്തല്ല, ഇത് പുതിയ വേർഷനാണ്, എഡിഷൻ മാറിയിട്ടുണ്ട്. അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് ഇൽഹാമുണ്ടാവും. അതിന് വഹി എന്നും പറയും. ഏതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് അല്ലാഹു വഹി അറിയിച്ചു, കുട്ടിയെ പെട്ടിയിലാക്കി വെള്ളത്തിലിട്ടോളൂ, ഞാൻ സംരക്ഷിച്ചോളൂ. അങ്ങനെ നല്ല തവക്കലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. നൈൽ നദിയിലേക്ക് പെട്ടിയിലാക്കിയിട്ട് നിങ്ങൾ ഇട്ടോളൂ, ഒന്നും പേടിക്കണ്ട. ഈമാനുള്ളവർക്ക് ഏറ്റവും പറ്റിയ പണി. പെട്ടിയിലിട്ടു. അതുകൊണ്ട് നമ്മക്കിൽപ്പോ കുഞ്ഞുങ്ങളെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിലിടാന്ന് അത് തെളിവാവില്ല. അത് പ്രത്യേകമായ ഇൽഹാമ് മുഖേന ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഹറാമാവില്ല. മുപ്പരാന്ന് പറയുന്നില്ല, മറ്റ് കുറ്റങ്ങളൊന്നും പറയുന്നില്ല. അവസരം വന്നാൽ അനിവാര്യമായാൽ ചെയ്യാവുന്നതാണെന്ന് മൂപ്പർക്ക് കിതാബുകളിൽ കാണാം. ഇതിന്റെ കുറച്ച് അപ്പുറത്തുപ്പുറത്തൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അടുത്ത കിതാബുകളൊക്കെ നോക്കിയാൽ ക്ലിയർ ആവും. അതുപോലെ നസീം റിയാദിൽ പറയുന്നൊരു മഹാനായ വലിയിന്റെ സംഭവമാണ്. ആ വലിയിന് കറാമത്ത് മുഖേന ഇൽഹാമ് മുഖേന അല്ലാഹു തോന്നിപ്പിച്ചതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അതൊരിക്കലും നമുക്ക് ചെയ്യാം എന്നതിന് ഇത്രയും കാലം എന്താ പറഞ്ഞത്? മുടി കത്തിച്ചാൽ ഈമാൻ പോകും. ഇപ്പൊ എന്താ പറയുന്നത്? ഇൽഹാമുള്ള മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന ഇൽഹാം അനുസരിച്ച് കത്തിച്ചതാണത്, അങ്ങനെ ചെയ്തതാണ്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. ഇൽഹാമ് കൊണ്ട് ലഭിക്കുന്ന, പേരോട് മറുപടി പറയണം, ഇൽഹാമ് കൊണ്ട് ലഭിക്കുന്ന കാര്യം ഹറാമായ ഒരു കാര്യം ഇൽഹാമായി വരുമോ? അല്ലെങ്കിൽ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മുഅ്മിനിന്റെ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഇൽഹാമായി വരുമോ? പറയണം പേരോട് മറുപടി. പിന്നെ പേരോടിനൊരു സംശയം ഉണ്ടാവും. അത് എനിക്കുണ്ടാവുന്ന സംശയം, നിങ്ങൾക്കത് തിരിയില്ല. SKSFന്റെ സമസ്തയുടെ പ്രവർത്തകർക്ക് അത് തിരിയില്ല. മൂപ്പരെന്താ പറഞ്ഞത്? ഇൽഹാമുള്ള മഹാന്മാർക്ക് അഥവാ ഔലിയാക്കളുടെ ആ മർത്തബയിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ചിന്തിച്ചാൽ അങ്ങനെയുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ? അപ്പൊ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കത്തിച്ചാൽ അത് ശരിയല്ല, ഞങ്ങൾക്ക് അങ്ങനെ പരിശോധിക്കാൻ പറ്റൂല, ഇൽഹാമുള്ളവരിവിടെ ഇല്ല എന്ന് അവിടുന്ന് തോന്നും. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഇൽഹാമുള്ള, അതിന് പറ്റുന്ന മഹാന്മാരുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇൽഹാമുള്ള മഹാന്മാരിവിടെ ഉണ്ട്. അതുകൊണ്ടല്ലേ തള്ളിപ്പറഞ്ഞിട്ട് പോലും അവർ മരണപ്പെടുമ്പോ കാന്തപുരത്തിന് അവരുടെ അടുത്തേക്ക് വരേണ്ടി വരുന്നത്. അതും ഒരു ഇൽഹാമായിരിക്കും. അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് കാന്തപുരം ഒരു കാര്യം ചെയ്തോളൂ, ആ മുടി ഇങ്ങോട്ട് തന്നേക്ക്, ഇവിടുന്ന് അങ്ങോട്ട് കത്തിച്ചു നോക്കട്ടെ. ഇത് ഔറംഗസീബിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പണ്ട് പറഞ്ഞത്? രാജാവ് പറഞ്ഞാൽ അത് മതത്തിൽ തെളിവാണോ രാജാവ് ചെയ്തത്? മതത്തിൽ തെളിവാണോ എന്നിവർ ചോദിച്ചതിന് 100 കണക്ക് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. പേരോടൻ ഒന്ന് അതിന് മറുപടി പറയട്ടെ.
25. മുഗൾ രാജാവായ ഔറംഗസീബിന്റെ കാലത്ത് തിരികേശം കത്തിച്ചതായി പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഔറംഗസീബും ഒരു വലിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. അദ്ദേഹം ചെയ്തതും നമുക്ക് അത് ചെയ്യാം എന്നതിന് തെളിവിൽ അദ്ദേഹത്തിന് ഇൽഹാം കിട്ടിയിരിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ മഹാനാണ് അദ്ദേഹം. അവർ ചെയ്യും ആ മഹാനാണ്. ഇമ്മാതിരി ഇടയ്ക്കിടെ വിവരക്കേട് ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്. ഇതിനു മുമ്പ് വിവരക്കേട് പറഞ്ഞ് ഇങ്ങനെ ഇൽമു കൊണ്ട് കളിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരാളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് പറ്റിയ ആളെ അങ്ങനെ ചില കണ്ടോളി. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ്. ലൂത്ത് നബിയുടെ കാലത്താണോ ആണോ വെള്ളപ്പൊക്കം ഉണ്ടായത്? ഏതായാലും അയാൾ പറയട്ടെ, വിശദീകരണം ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലാവുന്നത്. രക്ഷപ്പെടുത്തിയത് ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ. ഇതിപ്പോ പേരോട് പറഞ്ഞ ആ ഒരു സാധാരണ ഇതായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് നമ്മൾ ചിന്തിച്ചു. പറയട്ടെ. അല്ല ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ അൻജൈനാഹു അസ്ഹാബസ്സഫീനത്തി വജഅൽനാഹാ ആയത്തുൽ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്. അൻജൈനാഹു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും അസ്ഹാബസ്സഫീനത്തി ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയുക. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇത് എങ്ങനെയുണ്ട്? പേരോട് പറഞ്ഞാൽ കത്തിക്കണോ കത്തിക്കണ്ടേ? കത്തിച്ച കാഫിർ, ഈമാൻ പോയി. പറയട്ടെ, ബാക്കിയും കൂടി പറയും. വിപരീതം വിശ്വസിച്ചാലോ പഠിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, ഇത് പറഞ്ഞത് മൂപ്പര് മങ്കൂസ് മൗലൂദിനെ കളിയാക്കാൻ പറഞ്ഞതാണ്, എതിർക്കാൻ പറഞ്ഞതാണ്. ഏതുപോലെ ഷഹർ മുബാറക്ക് ഒറിജിനലാണോ അല്ലേ എന്നതിനെ കുറിച്ച് പരീക്ഷണം നടത്താൻ പറഞ്ഞതുപോലെ മൂപ്പര് എതിർത്ത് പറഞ്ഞാണ്. അവസാനം മൂപ്പര് തന്നെ കുടുങ്ങി, പേരോട് കുടുങ്ങി പോലെ കേട്ടു. മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ് കുടുങ്ങി പേരോട്. ഓണടിക്കലാന്നല്ലേ? സംശയം തീർക്കണം. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പേര് വന്നതാണ് കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായിക്കൂടെ, വലിയ വയസ്സനായിട്ടുണ്ട്. ഇതാണ് പേരോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആകെ നാറി. ഇതുപോലെ മൂപ്പർക്ക് പറ്റിയ ആളാണ്. ഇതേ സ്വഭാവം, ഒരേ സ്വഭാവം. ഇതിലെന്താ വ്യത്യാസമുള്ളത്? നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. വളരെ കൃത്യമായ ബന്ധം. അങ്ങനെ ഇയാൾ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും പകരം വിട്ടോ? പകരം കത്തിച്ചതിന്റെ തെളിവ് പോലെയാണ് 26. പണ്ട് പറഞ്ഞതാണ്, കേട്ടോളൂ. എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ ഹസ്രജി പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഹസ്രജി കത്തിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ 1.7 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഹർ മുബാറക് പിന്നീടെടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച സ്വന്തം പറയാണ്, ഞാനിങ്ങനെ വളർന്ന് കാണും, ഞാൻ തന്നെ കത്തിക്കും. എന്നിട്ട് പിന്നെ മൂപ്പര് വളർന്ന് കണ്ട മൂപ്പര് സ്വയം കത്തിക്കണോ? മൂപ്പര് ഖജാന മൂപ്പര് കൂട്ടിയിട്ട് മൂപ്പര് താക്കോലെടുത്തു പോയാൽ പിന്നെ മൂപ്പര് കത്തിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പൊ പറയാണ്. പക്ഷെ ആ കത്തിക്കുന്നതെന്ന് പറയുന്ന ഇതുപോലും കത്തിക്കുന്നു എന്ന് കൊടുത്താൾ പറഞ്ഞാണ്. ആയിക്കോട്ടെ, നമ്മളത് അംഗീകരിച്ചു. എന്നാൽ കിട്ടിയാൾക്കും ഈ പരീക്ഷണം അനിവാര്യമായി വരുമ്പോൾ ഒന്ന് കത്തിച്ചൂടെ? വേണ്ട.
കത്തിക്കുന്ന ആളുണ്ടല്ലോ ഖസർജി, അയാളെയും കൂട്ടിയിട്ട് നിങ്ങൾ ഇവിടെ വരുവോ? നമ്മളൊന്ന് കത്തിക്കാൻ പറ്റുമോ നോക്കാലോ? അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് തെറ്റല്ല. കൃത്യമായ തെളിവുകൾ മുഴുവൻ കിട്ടിയാൽ ഇതുപോലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് ഇത് ഖസർജി കൊണ്ടുവന്നത് ഷഹർ മുബാറക്കാണ് ജനങ്ങളെ, ഇതിന് നിഴലില്ല, ഇതിൽ ഈച്ചയിരിക്കുന്നില്ല, ഇത് കത്തുന്നില്ലെന്ന് പറയാൻ സമസ്തക്കൊരു മടിയില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കടപ്പുറത്ത് വെച്ച് പാനപാത്രം എന്ന പേരിൽ ഒരു പാത്രം കൊണ്ടുവന്നതല്ലേ നിങ്ങൾ? മേഡ് ഇൻ ചൈനച്ചട്ടി. എന്നിട്ട് എന്താ ചെയ്തത്? പാത്രം ഇങ്ങനെ കാണിച്ചു, ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ശാസ്ത്രീയമായി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം. എന്താണ് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത്? കടലിൽ കൊണ്ടുപോയിട്ട് മുക്കുകയാണോ? കടപ്പുറത്തുള്ള പോവാ എല്ലാവരും വെള്ളം കോരി കുടിക്കാം. അറബിക്കടലിൽ ഒരു പ്രാവശ്യം മുക്കിയാൽ എല്ലാ ഭാഗത്തേക്കും. അതാണോ ശാസ്ത്രീയമായ സംവിധാനം? അങ്ങനെ പറഞ്ഞു നടന്നവർ അവസാനം അബൂദാബിയിലേക്ക് ആ ചട്ടി തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. എന്തിന്റെ പേരിലാ കൊണ്ടുപോയത്? ചട്ടി ഇവിടെ കൊണ്ടുവന്നപ്പോ നമ്മൾ അങ്ങോട്ട് ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തു. എന്ത്? ചട്ടിയുടെ മധ്യത്തിൽ ഒരു ചിത്രം. എന്താ? 6 ഭാഗങ്ങളുള്ള നക്ഷത്രം. അത് ആരെ നക്ഷത്രമാണ്? സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന പേരിൽ ഇസ്രായേൽ പരിചയപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ജൂതന്മാരുടെ നക്ഷത്രം. ഞങ്ങൾ ചോദിക്കുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച പാത്രത്തിന്റെ മുകളിൽ ചിത്രം വരയ്ക്കാൻ അത് അറബിയിലായാലും മലയാളത്തിലായാലും കൈ പൊന്തുമോ സുഹൃത്തെ? അതവില്ലാത്തവർക്കുണ്ടാവും. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നു, ഇത് വരച്ചു വെച്ചത് ഇതാരാ വരച്ചു വെച്ചത്? ഈ പാത്രം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്തുകൊണ്ട് ഇത് വരച്ചു വെച്ചു? ഇത് മുസ്ലിം സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി വരച്ചു വെച്ചതാണ്. ഇസ്രായേലിന്റെ പണിയാണിത്. ഇസ്രായേലിന്റെ പതാകയിലുള്ളതാ. ഈ പാത്രം ആരകയില തൊട്ടു മുമ്പുണ്ടായിരുന്നത് ചെച്നിയയിലെ മുസ്ലിങ്ങളുടെ നേതാവെന്ന് കാന്തപുരം പറഞ്ഞു പരിചയപ്പെടുത്തുന്ന റമദാൻ കദ്റോവിന്റെ കയ്യിലുണ്ടായത്. ആരാ റമദാൻ കദ്റോവ്? ഇസ്രായേലിൽ റമദാൻ കദ്റോവിന്റെ ഉപ്പയുടെ പേരിൽ ഒരു റോഡ് തന്നെയുണ്ട്. റോഡിന്റെ പേര് റമദാൻ കദ്റോവിന്റെ ഉപ്പാന്റെ പേരാ. ഇസ്രായേൽ ഒരാളുടെ പിതാവിന്റെ പേര് കൊടുത്ത് അവിടെയുള്ള റോഡിന് പേര് കൊടുത്ത് ആദരിച്ചാൽ അവരും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വ്യക്തമല്ലേ? മാത്രമല്ല, ഇസ്രായേലിന്റെ വെബ്സൈറ്റിൽ റമദാൻ കദ്റോവിനെ കുറിച്ച് പറയുന്നിടത്ത് കൃത്യമായി പറയുന്നുണ്ട്. റമദാൻ കദ്റോവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം നാച്ചുറൽ അലൈ ഓഫ് ഇസ്രായേലാണ്. എന്താ നാച്ചുറൽ അലൈ എന്ന് പറഞ്ഞാൽ? സ്വാഭാവിക സഖ്യാണെന്ന് പറഞ്ഞത് ഏറ്റവും അടുത്ത ആളാണ്. ഇയാളെ പ്രത്യേകത എന്താ? ഇയാൾ റഷ്യയുടെ സേനയിൽ നിൽക്കുന്ന കാലത്ത് 1 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ആളാണ്. ആ റഷ്യൻ സൈന്യത്തിന്റെ മേധാവിയായിരുന്നു ഇയാള്. അയാൾക്കാണ് ആര്? ഈ ഹസ്രജിയും കാന്തപുരവും പോയിട്ട് ചെച്നിയിൽ നിന്നൊരു മാലയിട്ട് കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. ചെച്നിയിൽ പോയിട്ട് കാന്തപുരവും ഹസ്രജിയും കൂടിയിട്ട് ഓരോരുത്തരും മാലയിട്ടിട്ട് കാന്തപുരം മധ്യത്തിൽ നിൽക്കുകയാണ്. മുക്കൂട്ടു മുന്നണി, നല്ല മുന്നണിയാ. ആര്? ഇസ്രായേലിന്റെ സന്തത സഹചാരിയും ഈ ഹസ്രജിയും കാന്തപുരവും. ആരാ കാന്തപുരം? ഇസ്രായേൽ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഇന്ന് കോർപ്പറേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡിക്ക് സലാം ചൊല്ലി നടക്കുന്നയാ. അയാളെ പിന്തുണച്ചിട്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്തിട്ട് ആ രക്തമൂറ്റിയെടുത്തിട്ട് വിറ്റ് കിട്ടിയ 5 കോടി രൂപ മോഡിയിൽ നിന്ന് വാങ്ങിയിട്ട് മർക്കസിന്റെ ഫണ്ടായി സ്വീകരിച്ച് ജീവിതോപാധിയാക്കി പറ്റിയ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ. അയാളാ ചട്ടിയായിട്ട് വന്നത്. അയാൾ ചട്ടിയായിട്ട് വന്നിട്ട് ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ച് 20-24 കൊല്ലം മുമ്പ് മഹാനായ ശംസുൽ ഉലമ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായത്തിലെ മീർ ജാഫറും മീർ സാദിഖുമാണ് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ എന്ന് പേരെടുത്ത് വിളിച്ച് ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ പേരോട് പറഞ്ഞ മഹാനായ ശംസുൽ ഉലമ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത്ഭുതത്തോടെ കേട്ടുപോയ സമയം ശംസുൽമന്റെ ലേഖനത്തിൽ വായിച്ചു. ശംസുൽമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു ലേഖനത്തിൽ ശംസുൽമ പറയാണ്, മീർ ജാഫറിന്റെയും മീർ സ്വാദിഖിന്റെയും അന്ത്യത്തെക്കുറിച്ച് പറയാൻ. എന്താ അന്ത്യം? ഇങ്ങനെ മുസ്ലിം രാജാക്കന്മാരെ ടിപ്പു സുൽത്താനെയും സിറാജുദ്ദൌലയെയും ഒറ്റുകൊടുത്തിട്ട്, മുസ്ലിം രാജാക്കന്മാരെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകൊടുത്തു. ഇന്ന് കാന്തപുരം മോഡിക്കൊപ്പം നിന്ന് ഈ കാണിക്കുന്ന സർക്കസ് പോലെ, കാന്തപുരം കൂടെ നിൽക്കുന്നത് പോലെ നിന്നിട്ട് അന്ന് ടിപ്പു സുൽത്താൻ ഒറ്റുകൊടുത്തിട്ട് അവസാനം അന്ന് 5 കോടിയല്ല ഓഫർ ചെയ്തത്. അന്ന് അവർ ഓഫർ ചെയ്തത് എന്താ? സ്വർണ്ണ നാണയങ്ങളാണ് ബ്രിട്ടീഷുകാർ ഓഫർ ചെയ്തത്. അവസാനം വിളിച്ചിരുത്തി മീർ ജാഫറിനെ മീർ സാദിഖിനെയൊക്കെ ഇരുത്തിയിട്ട് കാന്തപുരത്തിന് എനിക്ക് കിട്ടാൻ പോകുന്നത് പോലെ സമ്മാനം കൊടുക്കാൻ വിളിച്ചിരുത്തി. മോഡി വിളിച്ചിരുത്താൻ പോകുന്നത് പോലെ. എന്നിട്ട് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചത് സ്വർണ്ണ നാണയങ്ങളല്ലേ? അതെ, സ്വർണ്ണ നാണയങ്ങൾ ഇതാ തരാൻ പോവാ. ആ സ്വർണ്ണ നാണയങ്ങൾ മൊത്തം ഉരുക്കി
ഉരുക്കിയിട്ട് ചട്ടിയാക്കുകയല്ല ചെയ്തത്, ഉരുക്കിയിട്ട് രണ്ടുപേരുടെയും വാ പിളർന്നിട്ട് വായിലേക്ക് ഈ ഉരുക്കിയ സ്വർണ്ണ നാണയങ്ങൾ ഉരുക്കി ഒഴിച്ചു കൊടുത്തു ബ്രിട്ടീഷുകാർ. ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലപ്പോ ശംസുൽ ഉലമ പറഞ്ഞ ഈ സൂചകം ചിലപ്പോ പോകുന്നത് ഈ ചട്ടി ഉരുക്കിയിട്ട് ഇസ്രായേൽ ഒരുപക്ഷെ കാന്തപുരത്തിന്റെ വായിലേക്ക് നാളെ ഒഴിച്ചു കൊടുത്തേക്കാം. ശംസുൽ ഉലമയുടെ വാചകങ്ങളാണ്. ആ ചിന്താലോകത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ വളരെയേറെ വായിക്കപ്പെടണം. ശംസുൽ ഉലമ പറയുന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. നമ്മളും ശംസുൽ ഉലമയും തമ്മിലുള്ള ബുദ്ധിയുടെ ദൂരം ജമ്മും കസറുവാക്കേണ്ട ദൂരം ഉണ്ടാവും. അപ്പൊ ശംസുൽ ഉലമ പറഞ്ഞത് ഒരുപക്ഷെ തിരിച്ചറിയാൻ നാം ഒരുപക്ഷെ ഒരുപാട് സമയമെടുത്തെന്ന് വരും. അപ്പൊ ഇങ്ങനെ ഈ ഒരു വിധത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയെ വിശ്വസിച്ചിട്ട് അയാളോടൊപ്പം പോകുന്ന ആളുകൾ, അയാൾക്ക് വേണ്ടി കൂടി നടക്കുന്ന ആളുകൾ സൂക്ഷിച്ചോളൂ, സമുദായദ്രോഹത്തിന്റെ പേരിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. രക്ഷപ്പെടണമെങ്കിൽ കാന്തപുരത്തിന്റെ പിന്നിൽ അങ്ങോട്ട് മാറിയെന്ന് പറയും. ദുന്യാവിലെ രക്ഷ മാത്രമല്ല, ഉഹ്റവിയായ രക്ഷ കൂടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ കാന്തപുരത്തിന്റെ ആളുകൾ നേല് പരിശോധനയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ അവസാനം ഇവര് തന്നെ നേല് പരിശോധിച്ചു എന്ന് പറയുന്നത് കേൾക്കാം. അതിൽ പല കളവുണ്ട്, സത്യമുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നേല് പരിശോധിച്ചു. എങ്ങനെയാ പരിശോധിച്ചത്? ഒരാൾ വിളിച്ചു ചോദിച്ചത്രേ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ നേലുണ്ടോ? അപ്പൊ പറഞ്ഞു, നേലുണ്ടോ ഇല്ലയോ നോക്കട്ടെ, ഞാൻ ചോറ് കഴിച്ചതിന് ശേഷം നോക്കി വരാമെന്ന് പറഞ്ഞു. ചോറ് കഴിച്ച് നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞു 15 സെന്റിമീറ്റർ ഏതായാലും വലിപ്പമുണ്ട്, നിഴലുമില്ല. എ പിക്കാർ സാധാരണ പറയാറുള്ള മർക്കസിലുള്ള ചെറിയ മുടിയാണ്, 3-4 സെന്റിമീറ്റർ ഉള്ള. ഞാനും മർക്കസിൽ അത്ര തന്നെയാ കണ്ടത്. പക്ഷെ ഈ പ്രസംഗം കേട്ടിട്ടാവാം SKSF നേതാക്കൾ വലിയ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവോ? ഈ പ്രസംഗം കേട്ടിട്ടായിരിക്കാം. കേട്ടോളൂ. എന്നിട്ട് ആ എ പിക്കാർ പ്രസംഗിക്കുന്നത് കേട്ടോ. എ പിക്കാർ അന്ന് പലർക്ക് ചിത്രം കൊടുക്കുന്നതല്ല, ഇക്കൊടുത്ത ചിത്രങ്ങൾ മുഴുവനും നിർമ്മിതങ്ങളായിരുന്നു. ഈ നിർമ്മിത ചിത്രങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ പിന്നെ ചർച്ച, അങ്ങോട്ട് ചർച്ച, അങ്ങോട്ട് ചർച്ച, അവിടെ ഇവിടെ ഓടുന്ന വരച്ചുണ്ടാകും. നമുക്ക് പോയി ബുദ്ധിമുട്ടുണ്ടോ? അത് നേരിൽ നമ്മളെ അവന്നെ ഒരിക്കൽ എന്താ ഭംഗിയുണ്ടാവുള്ളൂ എന്നുള്ള നിരക്ക് നെല്ലിക്കുത്ത് ഉസ്താദ് അയാളുടെ മർക്കസിൽ ജീവിച്ചിട്ടുണ്ട്. വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എന്താ അതിന്റെ കഥ? അപ്പൊ വിശ്വസിക്കുന്ന ആളെ വിശ്വസിക്കുന്ന ആളെ കാരണം ഞാൻ സംഗതി വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ചെന്നാലെ കഥ എന്താണ്? എത്ര എന്താ സാധനം, എത്ര വലിപ്പുണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഷാർ മുബാറക്കാണെന്ന് പറയും. സംവാദം മണ്ണാർക്കാട് ലാസ്റ്റ് KKM സാജി പറഞ്ഞു, ഏതാ ആ സാധനം? മർക്കസിലുള്ള സാധനം. ഇപ്പൊ എന്താ പറഞ്ഞത്? ആ സാധനത്തിന് ഇത്ര വലുപ്പമുണ്ട്. പേരോട് പറയുന്നുണ്ട്, ഏതാ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവരെല്ലാവരും അതിനെക്കുറിച്ച് അങ്ങനെ പ്രയോഗിക്കുക. അവർക്ക് ആർക്കും ഇതിൽ വിശ്വാസമില്ല എന്നതിന് തെളിവാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ട് നേരിൽ ഒന്നുകൂടി കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വിവരം പറഞ്ഞുതരാം. ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി കണ്ട് വന്ന് പറഞ്ഞു. ഒരു 15 സെന്റിമീറ്റർ നീട്ടുണ്ട് മുടി. SSF കേൾക്കണം, ഇത് നിങ്ങളെ നേതാവാ പറഞ്ഞു. നാളെ പോയി നോക്ക് മർക്കസിൽ 15 സെന്റിമീറ്റർ ഉണ്ടോ? അത് ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് കേട്ടിട്ട് SKSFന്റെ പ്രസംഗിച്ചിട്ടുണ്ടാവും. ശരി തന്നെയാണ്. കാരണം ഇങ്ങനെ പ്രസംഗിച്ചാൽ, പച്ചപ്പൊള്ളു പ്രസംഗിച്ചാൽ അവിടെയുള്ളതോ കളവ്, ഇയാൾ പറയുന്നത് അതിനേക്കാൾ വലിയ കളവ്. ചതിയിൽ വഞ്ചന പാടുണ്ടോ സുഹൃത്തുക്കളെ? ചതിയിൽ ആരെങ്കിലും വഞ്ചന നടത്തലുണ്ടോ? അതുപോലെ ആയില്ലേ? 15 സെന്റിമീറ്റർ നീട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് സംശയിക്കേണ്ട, 100% ഈമാൻ കൊണ്ട് ഉറപ്പിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുദേശമാണ്. എന്താ കാരണം എന്നല്ല, ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ അവിടെ കൂടി വെയിലത്ത് ഈ സാധനം പിടിച്ചു നോക്കിയിട്ട് അതിന് നിഴലില്ല എന്ന് കണ്ടില്ല. പിടിച്ചു നോക്കിയിട്ട് എന്താണ് നിങ്ങൾ ഈ ബഹുമാനമില്ലാതെ പറയുന്നത്? ഷാർ മുബാറക്കാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയോ? കണ്ണുകൊണ്ട് നോക്കി ബോധ്യപ്പെട്ടതാണ്. 15 സെന്റിമീറ്റർ നീട്ടമുള്ള ഈ സാധനം വെയിലിൽ പിടിച്ചിട്ട് ഇതിന് നേലില്ല എന്ന് ഞങ്ങൾ കണ്ടു. ഇങ്ങനെ കളവ് മാത്രം പറഞ്ഞ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ ആ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ വീടൊക്കെ ഉണ്ടാക്കാറില്ലേ? ഒരൊറ്റ തട്ടിന് വീണു പോലത് അതുപോലെ തന്നെയാ. കള്ളത്തരം മാത്രം പറഞ്ഞിട്ട്
ഈ കള്ളത്തരത്തിലൂടെ മാത്രം ഒരു പ്രസ്ഥാനം കെട്ടിയുണ്ടാക്കി. അതാ നേരത്തെ സലീം നബി പറഞ്ഞത്, അത് പൊളിഞ്ഞു വീഴാൻ നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. അടുത്ത കാലത്ത് തന്നെ അത് പൊളിഞ്ഞു വീഴും. ഇങ്ങനെ പറഞ്ഞൊരു ബഡായി പറയുന്നുണ്ട്, കറാമത്ത് ബഡായി. കറാമത്ത് ഒരുപാട് പറയാറുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇയാളിപ്പോ പറയാൻ പോകുന്ന കറാമത്ത്, ബഡായി കറാമത്ത്, ലോകത്ത് ഒരു സ്ഥലത്തും നടന്നിട്ടില്ല എന്ന് പറയാൻ തെളിവോടെ എനിക്ക് കഴിയും. ഞാൻ 3 ദിവസം മുമ്പ് ഉപ്പിനങ്ങാടി പരിസരത്ത് നിന്നാണ്, ഇന്നലെ മിനിയാന്ന് ഉപ്പിനങ്ങാടിയിലാണ് ഞാൻ പ്രസംഗിച്ചത്. അതിന്റെ 2 ദിവസം മുമ്പ് തന്നെ മറ്റന്നാളും അവിടേക്ക് തന്നെ പോകുന്നത്. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഞാനിതാ വെല്ലുവിളിക്കുന്നു, കാസർഗോഡ് ജില്ലയിലോ മംഗലാപുരത്തോ ഉപ്പിനങ്ങാടിയിലോ കേരളത്തിലോ കർണാടകയിൽ ഏതെങ്കിലും പ്രദേശത്തോ ഈ വിശദീകരിക്കും പോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. പച്ചക്കള്ളാണ് ഇവർ പറയാ. ഉസ്താദുമാരെ, തങ്ങന്മാരൊക്കെ തങ്ങന്മാരനെയാണ്, ആരും കൊച്ചായി കാണുന്നൊന്നുമില്ല. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഉള്ളാള തങ്ങൾ, അവിടുത്തെ കബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ, അവിടുത്തെ ദോഷങ്ങൾ അല്ലാഹു പെറുക്കുമാറാവട്ടെ. അതിലൊന്നും നമുക്കൊരു വിശപ്പില്ല. നമ്മൾ ഉസ്താദുമാർ നമുക്ക് എന്താ പഠിപ്പിച്ചു തന്നത്? എല്ലാവരും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സുതാര്യമായ പാതയിൽ നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ പാണക്കാട്ടെ തങ്ങളെ കാണാനൊക്കെ പോന്നപ്പോ നിങ്ങൾ സ്വീകരിച്ചത്? ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമായിരുന്നോ? അപ്പോ ഈ പറഞ്ഞ ബഡായി കറാമത്ത് CD ഇറക്കിയത് സ്റ്റേറ്റ് SYS കമ്മിറ്റിയുടെ ബുക്ക് സ്റ്റാളാണ്. പ്രസംഗിച്ച ബഡായി എവിടുന്നാ പ്രസംഗിച്ചത്? പാലക്കാട് ജില്ലാ APSYSന്റെ ക്യാമ്പിൽ വെച്ച് പ്രസംഗിച്ചത് പട്ടാമ്പിയിലാണ്. പ്രസംഗിച്ച ആളാരാ? പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ശിഷ്യൻ ദേവർശ്വര സഖാഫി. പറഞ്ഞോട്ടെ അയാള്. മംഗലാപുരം ഭാഗത്താണ്. അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി, ഉപ്പനങ്ങാടി ഭാഗത്ത്. അവിടെ പോയപ്പോ താജുൽ ഉലമ ഏതിലുണ്ട്. അപ്പോ സ്വാഗതം പറയുന്നത് ഒരു മൂരിയ. മൂരിയ നമ്മൾ പുറത്തു വരണ്ട, പുറത്തു വരണ്ട, അകത്ത് പറഞ്ഞു. പക്ഷെ പുറത്തെത്തി. ഒരു മൂരി എഡിറ്റ് ചെയ്യുമ്പോ സ്വീസ് ഇറക്കിയ CD അല്ലേ ചെങ്ങായിമാരെ, അതൊന്നും ഒഴിവാക്കിക്കൂടായിരുന്നു പുറത്തു പറയേണ്ടെന്നുള്ളത്. റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് വാർത്ത വായിക്കുമ്പോ ആരെങ്കിലും പറയോ ഇത് പുറത്തറിയാനല്ല കേട്ടോ ഞാൻ പറയുന്നത്? റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ കണ്ടിട്ടില്ല ഈ മനുഷ്യൻ? ഇത് പുറത്തു പറയണ്ട. ഇവരെ ബുദ്ധിയാണ്, ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അരണ പോലെ ഇവരെ കണ്ട ഓടി ഒളിക്കും. കാരണം അതിനേക്കാൾ സ്പീഡാണ് ബുദ്ധി. ആ നിലയിൽ എന്നിട്ട് എന്താ പറഞ്ഞത്? മൂരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മൂരികളുടെ മദ്രസയിലല്ലേ ഇവരൊക്കെ ജോലി ചെയ്തിട്ട് മൂരിയുടെ ശമ്പളം വാങ്ങിയിട്ടല്ലേ ഇവർ പോകാറുള്ളത്? മൂരിന്റെ ശമ്പളം വേണോ ചങ്ങായിമാരെ? രാജിവെച്ചൂടെ? ആത്മാഭിമാനം ഉണ്ടെങ്കിൽ സമസ്തന്റെ മദ്രസയിൽ വന്ന് ജോലി ചെയ്യും. ഇയാളെ പോലുള്ള ആള് ഇയാളെന്നെ പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ഞാനൊരു വയലിന് പോയി, ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടില്ല അവർക്ക്. എന്നിട്ട് അവിടുന്ന് പൈസയും വാങ്ങി വണ്ടിന്റെ കൂലിയും വാങ്ങി പോകുന്ന മനുഷ്യനാ പറയുന്നത് മൂരിയാണ്. നാണുണ്ടാവും ഈ കൗമിനെ പോലെ വേറെ ലോകത്താർക്കെങ്കിലും? സ്വാഗതം പറയാം. അവിടൊക്കെ അങ്ങനെയാണ്. 35 മഹലിന്റെ കാദിയാണ് താജുൽ ഉലമ. അപ്പൊ സ്വാഗതം പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാനെ. ഉസ്താദരങ്ങനെ കുത്തുന്നുണ്ട്, AP ഉസ്താദരങ്ങനെ ഇടക്കിടക്ക് കുത്തുന്നുണ്ട്. ചില ആളുകൾ അങ്ങ് അമേരിക്കയിലങ്ങ് പോയി ഒന്നും ഉണ്ടായില്ല, പെട്ടെന്നങ്ങ് പോയി റഷ്യയിലേക്കങ്ങ് പോയി, എന്നിട്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, താജുൽ ഉലമ അവിടെ ഇരിക്കുന്നത്. താജുൽ ഉലമ AP ഉസ്താദിരിക്കുമ്പോ അവര് തമാശക്കൊന്നും പറയും. ഈ താജുൽ ഉലമ ഇരിക്കുക, AP ഉസ്താദ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചെങ്ങാനും ഉസ്താദിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോക്കട്ടെ, അപ്പ താജുൽ ഉലമയുടെ രക്തം അറിയാം. എളുപ്പം തന്നെ ഞാനൊക്കെ ബാദരിന് ഒരു മുസ്ലിയാരെ നിലയ്ക്ക് ഞാനവിടെ ബാദരുണ്ടായിരുന്നു. ഞാൻ ഏതാണെന്ന് അറിയില്ല. അങ്ങനെ അത് കേട്ടില്ലേ? ഞാൻ ഏതാണെന്നറിയാതെ പ്രസംഗിച്ചു മൂരികളെടുത്തേ. എന്നിട്ട് മൂരിന്റെ പൈസയും വാങ്ങി പോന്നു. മമ്പാട്ടെന്ന് വന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാനല്ല ഇവിടത്തേക്ക് വരിക, എന്തോ പ്രത്യേക അറിയിപ്പ്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. മമ്പാട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ സ്റ്റേജിന്റെ അടുത്തേക്ക് വരേണ്ടതാണ്. ഉള്ളാത്തങ്ങളാപ്പ വിളിപ്പിച്ച വേണ്ട, അതിനവിടെ പോയി. അങ്ങനെ ഞാനിപ്പോ അടുത്തത് നമ്മളെ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് പോയി. ബാഗ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ തിരിയുന്നത്. അത് അറിഞ്ഞില്ല, അങ്ങനെ ആക്കിക്കൊണ്ടുപോയതാ. അങ്ങനെ താജുലും അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണാണ്, താജുലുമല്ല ഇരിക്കണാ. അപ്പൊ ഈ മൂരി എന്താ പറഞ്ഞറിയോ? തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ ഇരുത്തേണ്ടത്, ഞങ്ങൾ നിങ്ങളല്ലേ ഇരുത്തേണ്ടത്, നിങ്ങൾ ഞങ്ങളെ അതിഥിയാളല്ലേ, ഇന്നവിടെ നിൽക്കടാ. എപ്പോഴും നമ്മുടെ നേതൃത്വം, ഞാനിത് മഹിമക്ക് പറയല്ലോ കേട്ടോ, ഇന്നവിടെ നിൽക്കടാ. മഹിമക്ക് പറയല്ല, കളവ് പറയാണെന്നേ ഉള്ളൂ. പറഞ്ഞു ആ നിർത്ത. പിന്നെ ഈ മൂരി അനങ്ങാൻ കഴിയോ? ഇരിക്കാൻ കഴിയുണ്ടോ? സ്വാഗതം കഴിഞ്ഞു, ഇവനങ്ങനെ നിൽക്ക, ഇരിക്കാൻ അങ്ങോട്ട് ചാവണ്ടേ? ഉപ്പാപ്പാന്നൊറ്റ വിളി ആ സഭയില്, ഉപ്പാപ്പാന്ന് എന്നാ ഇരിക്കട അവിടെ.
അല്ലോ അപ്പൊ അവിടെ ഇരുന്നു താജുലുമിന്റെ ചുവട്ടിലങ്ങ് ഇരിക്കുക. ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ആ പ്രിയപ്പെട്ട പ്രവർത്തകരെ, പച്ചക്കള്ളാണ് ഇയാൾ ഈ പറഞ്ഞത്. ഇങ്ങനൊരു കൗമോ? പച്ചക്കള്ളം ഞാൻ വെല്ലുവിളിക്കുന്നു. ലോകത്തെവിടെയെങ്കിലും, കേരളം വേണ്ട, ഉപ്പിനങ്ങാടിയുള്ള കർണാടക വേണ്ട, ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഈ വിധത്തിൽ ഇയാൾ പറഞ്ഞതുപോലെ നടന്നതായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇപ്പണി ഇവിടെ നിർത്തുപ്പോ. ഇത് പറയാൻ കാരണം, പണ്ട് SKSSFന്റെ വെല്ലുവിളികൾ ഈ ക്ലിപ്പിട്ട് വരുന്ന കാലഘട്ടത്തിൽ ഞാനും നൗഷാദ് ഹസനിയും മാറി മാറി ഈ ദേവർസോലിനെ വിളിച്ചിട്ടുണ്ട് ഇത് ചോദിക്കാൻ വേണ്ടി. അന്ന് മൂപ്പര് പറഞ്ഞെന്താ, എനിക്ക് സ്ഥലം മറന്നുപോയി. ആദ്യം ചുനങ്ങാടി പരിസരമാണോ അറിയില്ല, ഓർമ്മയില്ല, നിങ്ങളൊന്ന് ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ചു തരുമോ? പിന്നെയും വിളിച്ചിട്ട് അയാൾ പിന്നെ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അയാൾ മറുപടി പറയാൻ, ഞങ്ങൾ ഉള്ളിന്ന് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കിട്ടും. അങ്ങനെ പച്ചക്കള്ളം മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്ന ഇത്തരം ആളുകളാണ് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി മൂരിയും കാളയൊക്കെ ആക്കി കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഇവര് പറയുന്ന ബഡായും ഇതൊന്നും കേട്ടിട്ട് കുട്ടികളെ കൂടണ്ട. കാരണം നിങ്ങൾ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട് മുമ്പ്. എന്താണ് ഷറേ മുബാറക് മസ്ജിദ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും പോലെ ഷറേ മുബാറക്, അല്ലാതെ ഷർ മുബാറക് എന്ന് അറബിയിലുണ്ട്, ശരിയാണ്. ഷറേ മുബാറക് എന്ന് ഉറുദുവിലില്ല. ഉറുദു ഭാഷ അറിയുന്നവരുണ്ടാവും. ഷറേ മുബാറക് എന്ന് ആ ഭാഷയിലില്ല. ഷറേ മുബാറക് എന്നില്ല. പിന്നെ ഉറുദുവിൽ പറയും. ഈ ഷഹറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിനെ കുറിച്ച് ബാൽ മുബാറക് എന്ന് പറയാറുണ്ട്. ഉറുദുവിലും ഫാർസിയിലൊക്കെ എന്ത് പറയാറുണ്ട്? ബാൽ മുബാറക്. അതുപോലെ പിന്നെ മുയേ മുബാറക്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. മുയേ മുബാറക്കും ബാൽ മുബാറക്ക് പറയാറുണ്ട്. ഷഹറേ മുബാറക് എന്ന് പറയാറില്ല. ഷഹർ മുബാറക് എന്ന് അറബിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഷഹറേ മുബാറക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങളെ കയ്യിൽ ഷഹറില്ല, ഷഹറേയാ ഉള്ളത്. അഥവാ വളഞ്ഞ് ഞങ്ങൾ കളവ് പറഞ്ഞുണ്ടാക്കുന്ന മുടിയാണ് ഞങ്ങളെ കയ്യിലുള്ളത് എന്നാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. അങ്ങനെ ഒരു ബോർഡ് കേരളം മുഴുവൻ ഉണ്ടായിട്ടില്ല. ഈ ബോർഡിൽ അങ്ങനെ പറഞ്ഞിട്ട് ശിലാസ്ഥാപനം നടത്തിയപ്പോ എന്താ പിന്നെ പള്ളിയുടെ പേരാക്കി മാറ്റിയത്? മസ്ജിദിൽ 6 ആള്, അല്ല 6 ആളാണ് പോയത്. അപ്പൊ അതിന് പറ്റുന്ന ഒരു പേര് പറഞ്ഞെന്നുള്ളൂ, മസ്ജിദുൽ ആസാർ. അതാ അത് ഒരേ ദിവസത്തെ പത്രത്തിന്റെ ഹെഡിങ് കണ്ടോളൂ, പുതുചരിത്രം, മസ്ജിദുൽ ആസാറിന് ശിലയിട്ടു ഗൾഫില്, മറ്റേ നാട്ടില് എന്താണ് ഷഹറേ മുബാറക് മസ്ജിദിന് ശിലയിട്ടു. ഒരേ ദിവസത്തെ സിറാജ്. ഇത് ലൈഫാവില്ല, സിറാജാണ്, സ്വയായ റിപ്പോർട്ടാണ്. ഗൾഫിലും നാട്ടിലുള്ള പേര്. എന്നിട്ട് ഇത് പേരോടിനോട് ചോദിക്കാൻ കുട്ടികൾ. ഇയാള് തന്നെ ഉണ്ടാക്കിയ ചോദ്യകർത്താവ്, ഇയാൾ എഴുതി കൊടുത്ത ചോദ്യത്തിൽ ചോദിക്കാൻ. പേരോടിന് മറുപടി കേട്ടോളൂ. 32. കേരളത്തിലെ എല്ലാ കവലകളിലും ഫ്ലെക്സ് ബോർഡുകളിൽ ഷെഹ്റെ മുബാറക് മസ്ജിദ് എന്നാണ് കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഷെഹ്റെ മുബാറക് മസ്ജിദ് എന്ന പേര് മാറ്റി വേറെ ഒരു പേരിട്ടത്? പള്ളിക്ക് പേരിടുക, അത് ഏത് പേരും ഇടാം, പേര് ഇടാതിരിക്കുകയും ചെയ്യാം. ശറഈന്റെ നിയമം അങ്ങനെയാണ്. മസ്ജിദ് കഅബ ബിൻ മാലിക് എന്നൊക്കെ ബുഖാരിയിലൊക്കെ ചില അധ്യായങ്ങളൊക്കെ ഉണ്ട്. ഒരാളെ പേരിൽ ഇടാം, അല്ലാതെ ഇടാം. പക്ഷേ ആര് പറഞ്ഞു അങ്ങനെ ഒരു പേരിട്ടു? ആ ഒരു പേരിൽ ആദ്യം പറഞ്ഞിരുന്നു. മസ്ജിദുൽ ആസാർ എന്ന് തറക്കല്ലിടുന്ന ദിവസം പേരിട്ടു. പേരിടലും പേര് വിളിക്കലും രണ്ടും രണ്ടാ. വിവരക്കേട് കേട്ടോളൂ. ആശുപത്രി പോലില്ല ഭാര്യമാരെ കൊണ്ടൊന്നും. ബേബി മറിയം, ബേബി ആയിഷ, ബേബി പള്ളി. കുട്ടിയുടെ പേരെങ്ങനെ? ബേബി ആയിഷ, ബേബി മറിയം, ബേബി സുലൈഖ. പിന്നെ ഒരു 6-7 ദിവസം കഴിയുമ്പോഴാണ് കുട്ടിക്ക് പേരിടുക. അപ്പോ ഇവരെന്ത് ചെയ്യുന്നറിയോ? പേര് മാറ്റി. അത് മാറ്റല. അത് ആദ്യം പ്രസവിച്ച ഉടനെ ഇട്ട പേര് ബേബി മറിയം, അല്ലെ ബേബി സുലൈഖ. പേര് പ്രസവിച്ച ഉടനെ കേട്ടോളി, പ്രസവിച്ച ഉടനെ അത് ആദ്യം പ്രസവിച്ച ഉടനെ ഇട്ട പേര് ബേബി മറിയം, ഇട്ട പേര്. ഇപ്പൊ കറക്റ്റ് ആയില്ല. ആദ്യം ഇട്ട പേര്, പിന്നെ വേറെ ഇട്ട പേര് തന്നെയാണ്, അല്ലാതെ എവിടുന്നെങ്കിലും വന്നല്ല. മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടോ ബേബി മറിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇസ്രായേലിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണിത്. ചരിത്രവും സമകാലിക സംഭവങ്ങളും വായിക്കാൻ അറിയുന്നവർക്ക് മനസ്സിലാവും. സാമസ്തന്റെ സെക്രട്ടറി ആയിട്ട് ഇന്നലെ ഇയാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത്ര, ജോയിന്റ് സെക്രട്ടറി ആയിട്ട്. പഠിച്ചോൻ അതിന്റെ കഥ. അതിൽ നല്ല എന്നെ തെരഞ്ഞെടുക്കില്ല, കുറച്ചെങ്കിലും ഇതിനേക്കാളും ബോധം ഉണ്ടാവും. ഇയാളെ സമസ്താന്ന് അതിന് പറയാൻ പറ്റൂല, എന്നാലും അവരെ ഭാഷയിൽ അതിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മനുഷ്യന്റെ കഥയായി കാണുന്നത്.
സമൂഹത്തിനിടയിൽ ജീവിക്കുന്നവർക്ക് തെറ്റായ സന്ദേശം നൽകിയിട്ട് സാംസ്കാരിക അധപ്പതനത്തിന്റെ ഏറ്റവും പുതിയ ഭാഷയല്ലേ ഇയാൾ പറഞ്ഞത്? ജനിച്ച കുട്ടിക്ക് ബേബി എന്ന് പേരിട്ട് കൊടുക്കണം. എങ്ങനെ? ബേബി ആയിഷ, ബേബി മറിയം. വൃത്തികെട്ട സംസ്കാരം ഇയാൾ പറയുന്നത്. പറയട്ടെ ബാക്കി. പിന്നെ സാധാരണ പേര് പറയും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പേരിടൂ. തർക്കലിടുന്ന ദിവസം പേരിട്ടു, അതിന് പേരിട്ടിട്ടില്ല. അറിയാൻ വേണ്ടിയിട്ട് ഒരു പേര് പറഞ്ഞു. ഷെയർ മുബാറക് മസ്ജിദ് നേരത്തെ പേരിട്ടു എന്നാണ്. ഒരേ സംഭാഷണത്തിലാണ് ഇതൊക്കെ. കട്ട ഇങ്ങനെ തന്നെ ഉണ്ടാവുക. നല്ല നിലയിലാണെങ്കിൽ ഒക്കെ ക്ലിയർ ആയിരിക്കും. കളവ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പേരിടുക തന്നെ പ്രത്യേകം പേര് വെക്കലാണ്. അത് മറ്റൊന്നാണ്. എന്നാ പിന്നെ ഷെറേ മുബാറക്ക് പള്ളി എന്നല്ലേ നമ്മൾ ഇത്രയും കേട്ടിട്ടുള്ളൂ. തിരുകേശ പള്ളി എന്ന് പ്രസംഗത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഇതേ ചോദ്യം നമ്മളെ വഹാബി സക്കാഫിനോടാവട്ടെ, അയാൾ പറയുന്ന മറുപടി 34. തിരുകേശപ്പള്ളി എന്നുള്ളത് മസ്ജിദുൽ ആസാർ ആക്കിയില്ലേ എന്ന് പറഞ്ഞ അറബി മലയാളം മാറ്റി അറബി ആക്കിയില്ല. ഷെറേ മുബാറക്ക് നിങ്ങൾ പറഞ്ഞത് മലയാളത്തിലല്ല ഉണ്ടായത്. മൂപ്പരത് ഇങ്ങോട്ടാക്കി. എന്നിട്ട് പറയാം. പള്ളി എന്നുള്ളത് മസ്ജിദുൽ ആസാർ ആക്കിയില്ലേ എന്ന് പറഞ്ഞ അറബി മലയാളം മാറ്റി അറബി ആക്കിയില്ല. അത് വിവരമുള്ളവർക്ക് അങ്ങനെയൊക്കെ ബേക്കൂല മനുഷ്യന്മാരെ. കേട്ടില്ലേ? പിന്നെ എന്താണ് ഇവരുടെ ഒരു സ്വഭാവം. ഈ സ്വഭാവത്തിന് മറുപടി പറയുമ്പോൾ ശരിക്കും നിന്ന് കൂക്കവുണ്ട്. മുന്നിൽ പോയിട്ട് പാച്ച കള്ളത്തിന് പറഞ്ഞു. പക്ഷെ നമുക്ക് ആ സംസ്കാരം സമ്മതിക്കില്ലല്ലോ. എന്നാ വേറൊരാളെ കൊണ്ടുവരാ ഇവരെ സംസ്കാരത്തിന് മറുപടി കൊടുക്കാൻ. സക്കരിയ സുലൈ മറുപടി പറയട്ടെ. 55. പത്ത് പ്രാവശ്യം ഉണ്ടത്. ഒരേ സ്റ്റീൻ. ഇവരെ പോലുള്ള തല. കാരണം CD ഇറക്കിയതാണ്. ആ CD ഉള്ളത് തന്നെയാണ്. അത് കട്ട് ചെയ്തിട്ട് പുറത്തുകൊണ്ടോ ഇനി ഏപ്പിക്കാരും പറയണ്ട, ഞങ്ങൾ ഇടുന്നതാണ്. അത് കട്ട് ചെയ്ത് പുറത്തു കൊണ്ടുപോകുന്ന ആള് നൗഷാദ് ഹാസിനോട് ചോദിച്ചോളൂ. കേരളത്തിൽ ആദ്യമായിട്ട് അതാണ് ഞാൻ കൊണ്ടുവന്നാണത്. അതുകൊണ്ട് വല്ലാതെ അതിന്റെ മെനക്കിട്ട് അതിന്റെ പിന്നാലെ കൂടണ്ട. നിങ്ങളെ കൂക്കാൻ തന്നെ മൂപ്പര് പണ്ട് തീരുമാനിച്ചിരിക്കുന്നു. ഈ പേരോടിന് വഹാബ് സക്കാഫിക്ക് ഇമാതിരി മറുപടിയല്ലേ കൊടുക്കേണ്ടത്? ഈ പേരോടിന് വഹാബ് സക്കാഫി ഇമാതിരി ആദ്യം വഹാബ് പറഞ്ഞതിന് എതിരാണ് മൂപ്പര് പറഞ്ഞത്. ഈ വഹാബിന്റെ പേരോടിനറിയാം. വഹാബെങ്ങാനും ഓരോ നാട്ടിലും എത്തിയാൽ, ഇവിടെ എത്തിയതിനല്ലോ പണ്ട്, എന്തിനാ ഈ നാട്ടിൽ വന്നത്? കുഴപ്പമുണ്ടാക്കാനല്ലേ? എന്നാ പിന്നെ നമുക്ക് തക്ബീറും ചൊല്ലി സ്വീകരിക്കാവുന്നൊരു സാധനമുണ്ട്. ചിലപ്പോ വഹാബിനെ എനിക്ക് കൊണ്ടുവരും എന്റെ ബാക്കിൽ വരട്ടെ. എന്നിട്ട് പറയും രാമന്തൻ CD കച്ചവടക്കാരനായിരുന്നു. ആയിക്കോട്ടെ, CD കച്ചവടക്കാരനായ എന്താ മോശമുള്ളത്? നിങ്ങളെ CD അല്ലേ ഞാൻ വിറ്റിട്ടുണ്ടാവുക. കച്ചവടം ചെയ്യുമ്പോൾ അതിലുള്ള സാധനവും മോശമാണെങ്കിലല്ലേ മോശക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ പ്രസംഗം അത്രയും മോശമായിരുന്നോ? പേരോടാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. പക്ഷെ പേരോടെന്താണ്? സാധാരണ ഐസ്ക്രീം വിൽക്കുന്ന ആളാണ്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഇതുവരെ CD വിറ്റതായി നിങ്ങൾക്ക് ആർക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പേരോട് അത് വിൽക്കുന്ന ആളാ സ്ഥിരം. അതുപോലെ പേരോട് ഐസ്ക്രീം വിൽക്കുന്ന ആളാണ്. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. സാധാരണ നമ്മൾ തിന്നുന്ന ഐസ്ക്രീം ഇല്ല, അതന്നെയാണ് ഉദ്ദേശിച്ചു. പിന്നെ നാളെ വെറുതെ നിങ്ങൾ ക്ലിപ്പിട്ട് വരണ്ട ഇങ്ങോട്ടേക്ക്. അത് ഞാൻ കൃത്യമായിട്ട് അതന്നെ ഉദ്ദേശിച്ചു. സമൂസ വെക്കുന്ന ആളാണ്. ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്താൽ അത് വിളിച്ചു പറഞ്ഞിട്ട് സമൂസ വെക്കുന്ന ആളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞെടുക്കുന്നത് അതാണോ സംസ്കാരം? ഞാൻ വാദത്തിന് വേണ്ടി പറയാണ്. ഞാൻ CD കച്ചവടക്കാരനല്ല എന്ന് ഉറപ്പാണ്. മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ നിങ്ങൾക്കൊരു പക്ഷേ എന്നെ CD കച്ചവടക്കാരനാക്കേണ്ടി വരും. എന്നാൽ ഞാൻ പറയുന്നു, ഐസ്ക്രീമും അതുപോലെ സമൂസയും അതുപോലെ പപ്സും വിറ്റ് നടക്കുന്ന, അതുപോലെ തലയിൽ പുസ്തകവും പേറി സമ്മേളന നഗരികളിൽ പോയി പുസ്തകങ്ങളും ഓഡിയോ കേസറ്റുകളും വിറ്റിട്ട് നടന്നയാളാണ് പേരോടെന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖ എന്റെ കയ്യിലുണ്ട്. പേരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുസ്തകവും തലയിൽ പേറി നടന്നിട്ട് പുസ്തകവും വിറ്റു നടന്ന് കിലോമീറ്ററുകൾ നടന്നത് ഞാൻ എന്റെ പഴയ കാലത്തുണ്ടെന്ന് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ വെക്കുന്നത് ഇപ്പോൾ ഉള്ളതാണ്. മൂപ്പരൊരു ബേക്കറി ഉണ്ട്, AR ബേക്കറി, അബ്ദുറഹ്മാൻ ബേക്കറി, കോഴിക്കോട് ടൗണിൽ തന്നെ പാളയത്തിനടുത്ത്. മൂപ്പർക്ക് പരസ്യം കിട്ടാണ്, കച്ചവടം കിട്ടാണ്, കിട്ടിക്കോട്ടെ. മൂപ്പർക്ക് അല്ലാതെ തന്നെ ആത്മീയ കച്ചവടം കൊണ്ടാക്കണ്ടല്ലോ, ഇങ്ങനത്തെ കച്ചവടങ്ങളൊന്നും തന്നെ ആയിക്കോട്ടെ. അപ്പൊ അയാൾ നടത്തുന്ന കച്ചവടത്തിന്റെ പേരിൽ അയാളെ വിമർശിക്കാൻ കാരണമാവോ? ഇതാണെങ്കിൽ വെച്ച് നോക്കൂ, ഒന്ന് തുലനം ചെയ്ത് നോക്കൂ പേരോടെ. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾ ഇയാളുടെ ഈ സ്വഭാവം നന്നായിട്ട് അറിഞ്ഞിട്ട് ഇയാൾ എന്ത് പറയാണ് അതിനെതിരെ വഹാബ് പറയാ. അത് മനസ്സിലാക്കിയിട്ട് പേരോട് പറഞ്ഞു, എന്തിനാ വഹാബ് ഒരു സ്ഥലത്ത് പോകുന്നത്? മറുപടി പറയാന്ന് പറഞ്ഞിട്ട് കേട്ടോളൂ. 35.
ഓരോന്നിനും ഓരോ ഭാഷയുണ്ട്. ഈ നെറ്റി ചെറിയ എന്റെ മനസ്സിലായി ഇന്നെ ചതിക്കാനാണോ അവർ വന്നത്? ഇപ്പോൾ എനിക്ക് വിശ്വാസമായിരിക്കും എന്റെ സംശയം. ഇപ്പൊ ഉസ്താദിന് എന്തെങ്കിലും സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കി, ഈ മായകളുടെ ഗീശാനെ പുറത്താക്കിയിട്ട് ഓർക്ക് എന്ത് നൽകാറില്ല? അല്ല, ഗീശാനെ പുറത്താക്കലല്ല ലക്ഷ്യമോ. ലക്ഷ്യം പോയി അതാ പറയാൻ പറ്റും. ലക്ഷ്യം പുറത്താക്കല ഇങ്ങനെ വിഷയം ഇത് ചെയ്യാം. അതല്ലെങ്കിൽ പുറത്താക്കല ലക്ഷ്യം ഇന്നെ ചതിച്ചിട്ട് ഈ സാധനങ്ങളെ മുഴുവൻ സമാഹരിക്കുക. ഇത് നല്ലോണം കൂടി സമാഹരിച്ച് കൊണ്ടുപോയിട്ട് അത് ഏത് സാമ്പിൾ അവതരിപ്പിക്കാം. അതിൽ പേരോടും ഒരു ക്ലിപ്പ് കിട്ടുക ലക്ഷ്യം. പേരോടും ഒരു ക്ലിപ്പ് കിട്ടുക എന്തെങ്കിലും ഒന്ന് ഉസ്താദിനെയോ അല്ലെങ്കിൽ ഞാനങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു. അത് ശരിയായില്ല. പോയത്തക്കാരന്റെ ഉസ്താദ് ഷേഖുന നിങ്ങൾ പറഞ്ഞ ബാക്കി അതെന്നെ പോയത്താണ്. നിങ്ങൾ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യിച്ചു. നല്ല ആലുമാണ്, വലിയ മഹാനാണ്, ഒക്കെ ശരിയാ. പക്ഷെ എന്റെ അത്ര ഒരു വളവനല്ല. പൊന്മള മൂപ്പര് അത്ര വളവനും വിവരദോഷിയല്ല. മൂപ്പര് ഊരാൻ കൂടി അറിയുന്ന ആളാണ്. പൊന്മുളത്താവ് എബുസ്ഥാനം കിട്ടാൻ പറഞ്ഞില്ല. പക്ഷേ അതൊക്കെ ഞാൻ ഇന്ത്യയിൽ ക്ലിപ്പിട്ട് ക്ലിപ്പല്ലാണ്. ആ ക്ലിപ്പിൽ എന്തായിട്ടുള്ളത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലിപ്പ് കൊടുത്തോണ്ട് ഇന്ത്യക്ക് വേഗക്കോട് കൈമാറി പറഞ്ഞത്. അതിനൊരു ഓരോരുത്തർ വേർതിരിച്ച് ചോദിച്ചിന്. അത് ആരോഗ്യമാണെന്ന് പറയുന്നില്ല. അതിൽ ഞാൻ കൊടുക്കാത്ത ചില ആളുകളുണ്ട്. അതെല്ലാവരും ഞാൻ പറയാനില്ല. എന്റെ ഡോക്ടറെ വേഗം മറ്റേ എന്തൊക്കെ മറിച്ചേക്കാം അങ്ങനെ എന്നെ സ്നേഹിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്റെ വെറുത്തിട്ടല്ല, ഇന്നെ അകറ്റാനുമല്ല, ഇന്നെ രക്ഷപ്പെടുത്തണം. എന്നെ ഇന്റെ ആഹ്റമേ ഇത് ദുന്യാവല്ല, ദുന്യാവ് കഷ്ടപ്പെടുന്നു ഞാൻ സത്യം പറയാം. അപ്പൊ അത് എവിടെ ലക്ഷ്യം, അടിസ്ഥാനപരമായ ലക്ഷ്യം സമത്വമാണ്. അതിന് പൊന്മടേനെ പ്രധാനമായിട്ട് എന്നോട് പൊന്മടേനുള്ള ഏറ്റവും വെറുപ്പ്. എന്താ വെറുപ്പിന്റെ അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം SVS എന്ന സംഘടന, SS എന്ന സംഘടന, SS നാലുപിന്നല്ലേ സംഘടനയും ശരിക്കും കേട്ടോളൂ. ആരാ അസനി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കൂട്ടിച്ചുറക്കണം. ഒന്നുകൂടി, അസനി വഹാബിനെ പോലുള്ളവർക്ക് ഈ വിഷയം പറഞ്ഞ് നാട് മുഴുവൻ ക്ലിപ്പ് ഇട്ട് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് ഇവർ നടക്കുന്നതെന്നാണ് ആര് പറയുന്നത്? പേരോട് കേട്ടോളൂ. ആരാ അസനി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കൂട്ടിച്ചുറക്കണം. അങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടില്ലേ? അപ്പൊ ഇത്രയും കാലം ഈ നാട് കുട്ടിച്ചോറാക്കിയതാരാ? പേരോട് പറഞ്ഞു കേട്ടിട്ട് ആദ്യം ഇറങ്ങി, പിന്നെ പേരോട് പറഞ്ഞു വേണ്ട മക്കളെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, കള്ളത്തരാണ്, മറുപടി പറയാൻ കഴിയാതെ കുടുങ്ങാണ് എന്ന് പറഞ്ഞിട്ടും രക്ഷപ്പെടാതെ വഹാബ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് പറഞ്ഞത് നാട് കുട്ടിച്ചോറാക്കാണ്. ഇനി നമുക്കൊന്ന് ആലോചിക്കാം, ഇത് യഥാർത്ഥ കേസാണോ അല്ലേ? പറയട്ടെ. കാന്തപുരം ഉസ്താദ് ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിന് ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. ചെറിയൊരു സംശയമാണത്രത്. ആണോ അല്ലേ? പണ്ടൊരാൾ പറഞ്ഞിരുന്നു വലിയൊരു അപകടത്തിൽപ്പെട്ടു, അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു, പക്ഷെ അയാളെ തല കിട്ടിയിട്ടുണ്ടോ ഇല്ലേ നോക്കാൻ നിൽക്കുകയാണ്. അതുപോലെ ആണോ അല്ലേന്ന് ചെറിയ സംശയമാണ്. അത്ര ആണോ അല്ലേന്ന് തീരുമാനിച്ചിട്ടല്ലേ ചങ്ങായി ഈ പറയുന്നതൊക്കെ വരിക. അപ്പൊ മൂപ്പർക്ക് ഉറപ്പാണ് ആണോ അല്ലേ എന്നുള്ളൊന്ന് തീരുമാനിച്ചോളൂ. ഞങ്ങളും അതന്നെയല്ലേ പറഞ്ഞത് മണ്ണാർക്കാടുന്ന്. ആണോ അല്ലേ തീരുമാനിച്ചുകൂടായിരുന്നോ? ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ പകരുസ്താദാണല്ലോ ഇവർക്ക് വേണ്ടി പറയാറുള്ളത്. 40 പകരുസ്താദ് ഒരു പാട്ട് പാടുന്നുണ്ട് ഇവരെ സ്വഭാവത്തെ പറ്റി. അവസാനം 40
കഷ്ടകാലം വന്ന് കഷ്ടകോലം അറിഞ്ഞിട്ടതില്ല അബൂരിനെ കഷ്ടകാലം വന്ന് കഷ്ടകോലം അറിഞ്ഞിട്ടതില്ല അബൂരിനെ കഷ്ടകാലം വന്ന് കഷ്ടകോലം അറിഞ്ഞിട്ടതില്ല അബൂരിനെ. അബൂര് എന്ന് പറഞ്ഞാരാ? ബോക്രോലിയാരോരിലേ കഷ്ടകാലം വന്ന് വെട്ടു നിർത്തിപ്പോയി കൂടെ പൊലിയാരെന്ന് ചോദിക്കേണ്ട രൂപത്തിലേക്ക് മാതിഹുതൻ അവസാനം പാട്ടുപാടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് കണ്ടപ്പോ ഇവരിങ്ങനെ കേരള യാത്ര നടത്തിയിരുന്നല്ലോ സമൂഹത്തിന്റെ ഇടയിൽ കാന്തപുരത്തിന്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി. അവസാനം കേരള യാത്രയിൽ കാന്തപുരത്തെയും കൊണ്ടുപോകുമ്പോൾ കുറെ സ്വാമിമാരെയൊക്കെ കൂട്ടിയിരുന്നു. ഒരു സ്വാമിക്ക് കാന്തപുരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളെക്കുറിച്ചും കുറച്ചു ദിവസം ഇങ്ങനെ കൂടിയപ്പോ മൂപ്പർക്ക് തോന്നി, ചരിത്രങ്ങൾ ഹിന്ദുത്വത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല, ചരിത്രത്തിൽ പലതുണ്ട്, വെണ്ണകട്ട് പോയതൊക്കെ ശ്രീകൃഷ്ണന്റെ പേരിൽ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ പലതും കണ്ടതിന്റെ ആ ഓർമ്മകൾ വെച്ചിട്ടൊരു സ്വാമി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഉസ്താദിനൊരു പേര് നൽകുന്നു, ഒരു ബഹുമാനമുള്ള പേര് എന്ന് പറഞ്ഞ് 39. എന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്. അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ത് കേട്ടാലും തക്ബീറല്ലോ, എന്ത് കേട്ടാലും തക്ബീറല്ലോ. ഇപ്പൊ തക്ബീർ വരും കേട്ടോളൂ. പുരം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിക്കഴിഞ്ഞു. ആ മാറ്റം ഞാൻ സ്വാമിയാണ് പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മളത് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. തെറ്റുപറ്റിയതല്ല, ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ചിട്ട് തന്നെയാണ് മൂപ്പര് പറയുന്നത്. എന്നിട്ട് തന്നെയാണ് ഇവരിത് പുറത്തിറക്കിയത്. പറഞ്ഞു ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണത്? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകേതി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ. കാന്തപുരം കേരളത്തിന്റെ ഒരു കൃഷ്ണനായി മാറിയിട്ടുണ്ട് എന്ന് ഇവരെ ക്ലാസ് റൂമിലൂടെ അവർ പുറത്തുവിട്ടതാണ്, നമ്മൾ പറഞ്ഞല്ല. പിന്നെ അയാളെ മുസ്ലിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ നിങ്ങളെ സംഘടനയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന് തിരുത്തിക്കൂടെ തൊട്ടു പിന്നിലുള്ള പ്രസംഗത്തിന്. ഈ നിലയിലേക്ക് സ്വന്തം അനുയായികൾ തന്നെ സ്വന്തം നേതാവിന് ഖമറുൽ ഉലമ എന്നുള്ള പേര് മാറ്റിക്കൊടുത്തു, ഈ നിലയിലുള്ള പേരിട്ട് കൊടുത്തു. ഇതാണ് ഇവരുടെ ഗതികേട്. ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ പകരക്ക് അങ്ങനെ പാടണ്ടൊക്കെ വന്നത്. പക്ഷേ പേരോടിങ്ങനെ തോന്നി, ഇങ്ങനെ ഉസ്താദ് നമ്മളെ കാരണം കൊണ്ട് തന്നെ വ്യക്തമായി പുറത്തുള്ളവർക്ക് കൂടി ഉസ്താദിന്റെ സ്വരൂപം മനസ്സിലാവുന്ന ഒരവസ്ഥ വരുന്നെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റൂല എന്നുള്ള നിലയിൽ മൂപ്പർ ഉസ്താദിനൊരു ഉപദേശം നൽകാൻ തീരുമാനിച്ചു. 41. ആ ഉപദേശം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇടയിൽ ഒരു വർഷം കഴിഞ്ഞ് പിന്നീട് കണ്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളിൽപ്പെട്ട ഒരു വാചകമാണ്, എന്താണ് ഈ ലോകത്ത് ചെയ്യുക? ഡോക്ടർമാർ രോഗികളായി പോയാൽ എന്താണ് സംഭവിക്കുക? ഡോക്ടർമാർ ഒരിക്കലും രോഗികളാകാൻ പാടില്ല. ഡോക്ടർമാർ മറ്റുള്ളവർക്ക് മരുന്ന് നൽകേണ്ടവരും ഒരാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടവരുമാണ്. എന്നാൽ വാസ്തവത്തിൽ ശരീരത്തെക്കാൾ പ്രസക്തിയുള്ളതാണ് ആത്മാവ്. ആത്മാവിന്റെ ഡോക്ടർമാർ അത്ബാഉൽ ഖുലൂബ്, അത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ എപ്പോഴും പാണ്ഡിത്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. അവർ ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പാണ്ഡിത്യത്തോട് ചേർന്നതായിരിക്കണം. മറ്റുള്ളവരെ സംസ്കരിച്ചെടുക്കാനുള്ള ബാധ്യത. എങ്ങനെയുണ്ട് ഉസ്താദിന്റെ വഴിമാറിയുള്ള സഞ്ചാരം കണ്ടപ്പോ പേരോടിന് തോന്നിയതാണ്. അപ്പോ ഇത് വെറുതെ പറഞ്ഞതാണോ? കേട്ടു നോക്കിക്കോളൂ. മുഅ്മിനീങ്ങളെക്കുറിച്ച് വളരെ മോശമായ പ്രയോഗം നടത്തിയിട്ട് പണ്ഡിതന്റെ സ്ഥാനത്തല്ലാതിരുന്നപ്പോഴാണ് പേരോടിന് പോലും ഇങ്ങനെ ഒരു ഉപദേശം വ്യംഗ്യമായി നൽകേണ്ടി വന്നത്. 42. ഇനി കൊണ്ടൂർ ഉറൂസിങ്ങനെ ഇനിതാ ഇൻഷാ അല്ലാഹ് SSFന്റെ 40ാം വാർഷിക സമ്മേളനം വരുന്നു.
അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും. തക്ബീർ തന്നെയാണ് അതിന്. മോമിനിങ്ങൾ വിറച്ച് ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ അതിനും തക്ബീർ. അപ്പൊ പേരോടിന് പിന്നെയും ദേഷ്യം വന്നു. പേരോട് പറഞ്ഞു 44. പേരോട് അങ്ങോട്ട് ചൂടായി. പണ്ഡിതൻ ഇങ്ങനെ കെടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പണ്ഡിതനോട് പേരോടാണ്, ഓ കുട്ടികളെ, ചക്ക കെട്ടാൽ കുറെ ഭാഗം നമുക്ക് മുറിച്ചെടുത്ത് അതിൽ നിന്ന് ഉപയോഗത്തിന് കിട്ടും. പക്ഷെ മുട്ട കെട്ടാൽ അങ്ങനെയല്ല. അതിന്റെ നാശം വളരെ അപകടകരമാണ്. അതുകൊണ്ടാ മുട്ട ഞങ്ങൾക്ക് വേണ്ട. കെട്ടുപോയ മുട്ടയായി മാറിയ കാന്തപുരത്തിന്റെ പിന്നിൽ നിൽക്കുന്ന സുഹൃത്തേ, ആ കെട്ടമുട്ട നിങ്ങൾക്ക് എന്തിനാ? ലോകത്തൊരാളും എടുക്കാത്ത സാധനം, പലതും കെട്ടുപോയ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി പലതുമാക്കി മാറ്റാറുണ്ട്. പക്ഷേ മുട്ട കെട്ടാൽ ഒന്നിനും പറ്റില്ലെന്ന് മാത്രമല്ല, നാറി സമൂഹത്തിൽ നാറിപ്പോകും. അതിനെക്കുറിച്ചാ നേരത്തെ തന്നെ പറഞ്ഞത്. മുഖം കെടുക എന്ന് പറഞ്ഞത് അതിനെയാണ്. ഈ അവസ്ഥയിലേക്കെത്തി. എന്തുകൊണ്ടാ ഇത് കെടാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് സനതുണ്ടാക്കി. നേരത്തെ വായിച്ചില്ലേ? സനതുണ്ടാക്കിയിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നു ഒരു മുടി. എന്നിട്ടതിന് സനതുണ്ടാക്കിയിട്ട് സ്വയം ഇവിടെ കൊണ്ടുവന്നു. ബോംബെയിലെ ഒരു മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള സനത് കളവ് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നു. ജാലിയവാലയുടെ കയ്യിൽ നിന്നല്ല, ഗുലാം അബ്ദുൽ ഖാദറിന്റെ കയ്യിൽ നിന്ന്. ഗുലാം അബ്ദുൽ ഖാദർ എന്താ പറഞ്ഞത്? എന്റെ കയ്യിലുള്ള മുടിയുടെ സനതാണിത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജാലിയവാല അറിയില്ല. ജാലിയവാല പറഞ്ഞു എനിക്ക് ഇയാളെയും അറിയില്ല, ഗുലാം അബ്ദുൽ ഖാദറിനെയും അറിയില്ല എന്ന് പറഞ്ഞു. ഈ വിധത്തിലേക്ക് പരസ്പരം യോജിപ്പില്ലാത്ത പച്ചക്കള്ളം കൊണ്ടുണ്ടാക്കിയ സനതാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അത് തെളിവ് സഹിതം കേരള സമൂഹത്തിന്റെ മുന്നിൽ എടുത്തുകൊണ്ടുവന്നു. ഞാൻ ഇന്നുവരെ എനിക്ക് മറുപടി കിട്ടിയില്ല. ഇപ്പൊ വഹാബ് സക്കാഫി പറയാണ് ഇതൊക്കെ ഈ മുടിയൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ഉസ്താദിന് കഴിയുമെങ്കിൽ സനതും ഉണ്ടാക്കാൻ എന്താ ഞങ്ങൾ ഉസ്താദിന് കഴിയൂലേ? 49 ഇങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് ഇവർ അധപ്പതിച്ചിരിക്കുന്നു. അപ്പോഴാണ് മുട്ട കെട്ടതുപോലെ കെട്ടുപോയത്. മുടി ഉണ്ടാക്കി ഏപ്പിക്ക് സനത് ഉണ്ടാക്കാൻ വയ്ക്കൂലേ? എങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കും? സനത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കും. സനത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്. ഈ ഉണ്ടാക്കുന്ന കൗമിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ട കേരളത്തിന്റെ ആത്മീയാചാര്യനായ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈദരലി ശിഹാബ് തങ്ങളെന്ന ഖായിദുൽ ഖൗമെന്ന് നമുക്കിന്ന് വിളിക്കാവുന്ന ആ പ്രിയപ്പെട്ട നേതാവ് മഹാനവർകൾ നമ്മോട് പറഞ്ഞു 45 നമ്മോട് വിളിച്ചു പറഞ്ഞു, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ദുശ്ചെയ്തികളുമായി നടക്കുന്നവരെ സമൂഹം പുറങ്കാലുകൊണ്ട് ചവിട്ടണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയുമെല്ലാം ആ താടിയും ഇന്ന് ഇവിടെ പുതിയ വിവാദമായി കൊണ്ടുവന്ന ആ മുടിയുമായി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജനം പുറംകാലുകളെ കൊണ്ട് ചവിട്ടി മാറ്റി കൈയിരിക്കുകയാണ് ഈ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈദരലി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കുമെന്നുറപ്പാണ്. അതേ ഹൈദരലി തങ്ങൾ നമുക്ക് നൽകുന്ന നിർദ്ദേശം കൂടി ഒന്നുകൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവരോട് നമ്മൾ എങ്ങനെ ബന്ധപ്പെടണം, ഇവരോട് നമ്മുടെ മദ്രസകളിൽ ജോലി എങ്ങനെ നൽകണം, ഇവരോടൊപ്പമുള്ള മഹല്ലുകളിലെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം. പറയട്ടെ, ഹൈദരലി തങ്ങളല്ലാതെ മറ്റാരാണ് നമുക്കിത് പറഞ്ഞു തരാനുള്ളത്? പറയൂ, ഹൈദരലി തങ്ങൾ പറയുന്നത് കേൾക്കൂ. ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണ് എന്ന് ഇവിടെയുള്ള വിഘടിതർ തീർച്ചയായിട്ടും ഇവിടെ അടങ്ങി നിൽക്കണം എന്ന് മാത്രമാണ് ഈ സമൂഹത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു അവരുടെ എല്ലാ ശർറിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരിക്കലും ഒരു അയഞ്ഞ നിലപാട് ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് നമ്മോട് പറയാനുള്ളത് ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമുണ്ടാക്കിക്കൊണ്ടുവന്നവരാണിവർ. ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹബീബുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന വ്യാജങ്ങൾ സംഘടനാപരമായ സംഘുചിതത്തിന്റെ പ്രശ്നമല്ല. SKSSF-ഉം SSF-ഉം തമ്മിലുള്ള സംഘടനാ ഭിന്നതയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നമുക്കെത്തുമ്പോ നമ്മുടെ കൈപിടിക്കാൻ ഹബീബ് വേണം,
ഹബീബേ, അവിടുന്ന് ഈ കരങ്ങൾ പിടിക്കണം. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെ ഈ കരം പിടിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. അവിടുന്ന് ഈ കരം പിടിച്ചാൽ പിന്നെ തട്ടിമാറ്റാൻ കഴിയുന്നവരാരുമില്ല. ആര് തട്ടിമാറ്റിയാലും ഹബീബിന്റെ തിരുകരം പിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ മറ്റൊന്നും വേണ്ട. ഹബീബിനെ കുറ്റം പറഞ്ഞവരോട് ഞങ്ങൾ കാണിക്കുന്ന ഈ ശക്തമായ ഈ വിദ്വേഷം ഹബീബിന്റെ പുഞ്ചിരി കൊതിച്ചുകൊണ്ടാണ്. ഞങ്ങളെ സ്നേഹിച്ചവർ, പണ്ട് ഞങ്ങളോടൊപ്പം കൈപിടിച്ചു നടന്നവർ ഇപ്പോൾ ഞങ്ങൾ വെറുക്കുന്നു. അവർ ഞങ്ങളുടെ മുഖത്ത്, ഞങ്ങളുടെ മുന്നിൽ അവർ നിൽക്കുമ്പോൾ അവർ ഞങ്ങളോട് കോപിക്കുന്നു. അവരുടെ മുഖം കാണുമ്പോൾ ഗനാന്ധകാരം പോലെ കറുത്തിരുണ്ട മുഖമാണിപ്പോ. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാന്തപുരത്തിന്റെ പുഞ്ചിരി മാഞ്ഞുപോയെന്നും ഇപ്പോൾ ഞങ്ങളെ വെറുക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം. പേരോട് ഞങ്ങളെ കാണുമ്പോൾ കറുത്ത മുഖവുമായി വരുമെന്നറിയാം. പലരും വരുമെന്ന അറിയാം, പൊന്മള വരുമെന്നറിയാം. പക്ഷേ ഹബീബേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടുള്ള മഹബത്ത് കൊണ്ട് ഇവരെ ഞങ്ങൾ വെറുത്തു. പകരം ഇവരുടെ മുഖത്തെക്കാളേറെ വർണ്ണശോഭയുള്ള ആ മുഖത്തു നിന്നുള്ളൊരു പുഞ്ചിരി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ കൈപിടിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഹബീബേ. തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഇവർക്കെതിരെ ധർമ്മപോരാട്ടത്തിന്റെ രണാങ്കണത്തിലിറങ്ങി ഞങ്ങൾ നയിക്കുന്ന വിപ്ലവത്തിന് റബ്ബേ ഞങ്ങൾക്ക് തുണതരണേ റഹ്മാനെ, തുണതരണേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്ത് സലീം നബി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.